ഹായ് മക്കളെ, നമ്മൾ 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ചാപ്റ്റർ 4 മിസ് വന്നിരിക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്, പൂക്കാം അതുപോലെ തന്നെ കാക്കാം എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് കേൾക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ മക്കളെ ഒന്ന് തമ്പിട്ട് അല്ലെങ്കിൽ ഫയർ ഇട്ട് അല്ലെങ്കിൽ ലവ് ഇമോജി ഇട്ടിട്ട് ആ കമൻറ്റ് ബോക്സ് ഒന്ന് കത്തിച്ചേടാം. നോക്കട്ടെ നിങ്ങളുടെ പവർ, ആ എനർജി എന്താണെന്ന് മിസ് അറിയട്ടെ. സെറ്റല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? അപ്പോൾ തുടങ്ങാം. മിസ് എന്തായാലും ടൈം ഒന്നും കളയുന്നില്ല, ഡയറക്റ്റ് ഈ ഒരു ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ഈ ഒരു പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഈ ചാപ്റ്ററിന്റെ ഉടനീളം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തിനെ കുറിച്ചിട്ടായിരിക്കും? തീർച്ചയായും എന്താണ്? ഫ്ലവറിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഫ്രൂട്ട്സിനെ കുറിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ഫ്ലവേഴ്സിന്റെ പിക്ചേഴ്സ് ഒക്കെ മിസ് കാണിക്കാം. മിസ്സേ പുറത്ത് ബാക്കിൽ ഒരു ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൽ കൂടി നടന്നിട്ടൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് അങ്ങ് കടക്കുന്നത്. ഒരുപാട് ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് ഫ്ലവേഴ്സ് ഇനി കാണാൻ നിൽക്കുന്നുണ്ട്. ഇതെന്താണ്? ചെമ്പരത്തി അല്ലേ? നമുക്കറിയാം നമ്മുടെ ചുറ്റുപാട് ഒരുപോലത്തെ ഫ്ലവേഴ്സ് അല്ല, എല്ലാം വ്യത്യസ്തമാണ്. നിറമായിക്കോട്ടെ, മണമായിക്കോട്ടെ, എല്ലാം എന്താണ്? വ്യത്യസ്തമാണ്. ഇത് ചെമ്പരത്തിയാണ്. ഇത് നമ്മുടെ കൃഷ്ണകിരീടം അല്ലെങ്കിൽ 5 മാസം 6 മാസം പൂ എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ വിളിക്കുന്നത് കേട്ടോ. ഇതെന്താ? കണിക്കൊന്നയാകുന്നു. നമ്മുടെ വിഷുവിനൊക്കെ വരുന്ന വിഷുവിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നൊരു പൂവാണ്. പിന്നെ അപ്പോൾ ഇതിൻ്റെയൊക്കെ അതായത് പലതരത്തിലുള്ള ഫ്ലവേഴ്സ് അല്ലെങ്കിൽ പൂക്കൾ കൊണ്ട് നമ്മുടെ നാട് എന്താണ്? സമ്പന്നമാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് ഫ്ലവേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. റോസാപ്പൂ, അതിൻ്റെ കളർ എല്ലാവർക്കും അറിയാം. എന്താണ്? റെഡ് കളറാണ്. അതിനെന്തുണ്ട്? സ്മെല്ലുണ്ട് അല്ലേ? അത് സിംഗിൾ ഫ്ലവർ ആണ്. ധാരാളം ഇതളുകൾ കാണാൻ സാധിക്കും. ഇത് നമ്മുടെ അടുത്ത് ആരും പറഞ്ഞൊന്നും തരേണ്ട കാര്യമൊന്നുമില്ല. എനിക്കറിയാം നിങ്ങൾക്ക് അറിയാമെന്നുള്ളത്, എന്നാലും മിസ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി മുക്കൂറ്റി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ ഓണത്തിനൊക്കെ സാധാരണ മിസ്സിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഈ മുക്കൂറ്റിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മുക്കൂറ്റി എന്നൊക്കെ പറയാൻ പോയി, മുക്കൂറ്റിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒരു 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 യെല്ലോ കളറിലെ കുഞ്ഞി പൂവാണ് കേട്ടോ, മഞ്ഞ കളറാണുള്ളത്. ചെറിയ രീതിയിലൊക്കെ ഉള്ള മണമുണ്ട്. റോസാപ്പൂവിൻ്റെ അത്രയൊന്നും അല്ലെങ്കിൽ മുല്ലപ്പൂവിൻ്റെ അത്രയൊന്നും മണമൊന്നുമില്ല, പക്ഷെ ചെറിയൊരു മണം കാണാൻ പറ്റും. പിന്നെ പൂങ്കുലകൾ പോലെയാണ് കാണപ്പെടുന്നത്. ധാരാളം ഇതളുകൾ എന്തിലുണ്ട്? മുക്കൂറ്റിക്കുണ്ട്. ഇനി തുമ്പയെക്കുറിച്ച് ഞാനൊന്നും പറയേണ്ടി വരില്ലല്ലോ, ഓൾറെഡി അറിയാലോ. അതായത് ഓണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് തുമ്പപ്പൂ എന്ന് പറയുന്നത്. വെള്ളക്കളറാണ്, ചെറിയ രീതിയിലുള്ള മണം, അതായത് ഭയങ്കര നല്ല മണമെന്നല്ല, ഒരു ആയുർവേദിക് ആ രീതിയിലേക്കുള്ളൊരു മണമാണ്. പൂങ്കുലകൾ പോലെയാണ് കാണപ്പെടുന്നത്. ധാരാളം ഇതളുകൾ ഇതിനകത്തും ഉണ്ട് കേട്ടോ. തൊട്ടാവാടി നിങ്ങൾക്ക് അറിയാൻ പറ്റും, തൊട്ട് കഴിഞ്ഞാൽ വാടുന്ന ആ ഒരു ചെടി അല്ലേ, ടെസ്മി നോട്ട്. ഇതെന്താണ്? പിങ്കിഷ് കളറാണ്, ചെറിയ രീതിയിലുള്ള മണമുണ്ട്. ഇതും എന്തായിട്ടാണ്? പൂങ്കുലകൾ പോലെയാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി അതിലും ധാരാളം ഇതളുകൾ കാണാൻ സാധിക്കും. അപ്പോൾ കുറച്ച് ഫ്ലവേഴ്സിൻ്റെ കാര്യം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഫ്ലവർ കണ്ടാൽ അതിന് മണമുണ്ടോ, അതിന് പൂങ്കുല പോലെയായിട്ടാണോ കാണപ്പെടുന്നത്, അല്ലെങ്കിൽ അതുപോലെ തന്നെ കളർ എന്താണ്, ഇതളുകൾ എത്ര ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അത് ജസ്റ്റ് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇനിയുള്ള ഫ്ലവേഴ്സൊക്കെ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാൻ, എത്ര ഇതളുണ്ട്, അതിൻ്റെ കളർ എന്താണ്, അതിന് മണമുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഇനി അറിയാലോ, റോസാപ്പൂവാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലവറാണ്. ഇതാണ് മിസ് പറഞ്ഞ മുക്കൂറ്റി എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്നുണ്ടോ? മുക്കൂറ്റി. ഓക്കെ, ഇതും തുമ്പ. പറയേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഏതെങ്കിലും കുട്ടികൾക്ക് അറിയില്ലല്ലോ എന്ന് കരുതിയിട്ട് മിസ് ആഡ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ, തുമ്പ. ഇനി ഇതാണ് നമ്മുടെ തൊട്ടാവാടി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ പറയുന്ന ഫ്ലവേഴ്സിൻ്റെ പുറത്തെ കാര്യങ്ങളിൽ മണം പറഞ്ഞു, അതുപോലെ ഇതളുകളുടെ കേസൊക്കെ പറഞ്ഞു. ഇനി ഇതിൻ്റെ ഭാഗങ്ങളെക്കുറിച്ച് പഠിക്കണ്ടേ? അപ്പോൾ ഇൻറ്റേർണലിലുള്ള ഭാഗങ്ങളും എക്സ്റ്റേണലുള്ള ഭാഗങ്ങളും ഉണ്ട്. നമ്മൾ പുറം ഭാഗത്തിനെ കുറിച്ച് ആദ്യം പഠിക്കാം. ഈ കാണുന്ന നമ്മൾ ഇതളുകൾ എന്ന് മലയാളത്തിൽ വിളിക്കുന്ന ഇതിൻ്റെ പേരാണ് പെറ്റൽസ്. മലയാളത്തിൽ ഇതിനെ ദളം എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇതിനെ കണ്ടോ? 1 2 3 4 5 പെറ്റൽസ് ആണുള്ളത്. ഇതിനെയാണ് പെറ്റൽസ് അല്ലെങ്കിൽ എന്താണ്? ദളം എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? സെറ്റല്ലേ? നമ്മൾ ഇതളുകൾ എന്ന് മലയാളത്തിൽ വിളിക്കുന്നു, അതാണ് പെറ്റൽ എന്ന് പറയുന്നത്. ഇനി പെറ്റലിൻ്റെ താഴെയായിട്ട് ഒരു ക്യാപ്പ് കാണാൻ സാധിക്കും അല്ലെ, ഒരു ഗ്രീൻ കളറ് ക്യാപ്പ്. ഈ ക്യാപ്പിന് അതായത് താഴെ ഇങ്ങനെ ക്യാപ്പ് ചെയ്ത് വെക്കുന്നത്, അതിനെയാണ് സെപ്പൽസ് എന്ന് വിളിക്കുന്നത്, വിതളം എന്ന് വിളിക്കുന്നത്. ഇത് ഓക്കെ ആണോ? ഓക്കെ അല്ലേ? സെറ്റല്ലേ? ഇനി ഈ പറയുന്ന താഴെ ഒരു തണ്ട് പോലത്തെ ഒരു സാധനം കണ്ടാടാ, ഇതിനെ വിളിക്കുന്ന പേരാണ് പെഡീസൽ അല്ലെങ്കിൽ പൂഞ്ഞെട്ട് എന്ന് വിളിക്കുന്നു. അതായത് നമ്മുടെ തണ്ടിനെയും സ്റ്റെമ്മിനെയും ഈ ഫ്ലവറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് പെഡീസൽ എന്ന് പറയുന്നത്. ഇത് ഓക്കെ അല്ലേ? ഈ 3 ഭാഗങ്ങളാണ് പുറമേ കാണുന്നത്. ഇനി നമ്മൾ ഈ ഒരു ചെടീനെ ഇങ്ങനെ ക്രോസ് ആയിട്ട് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഇരിക്കും. ഓക്കെ, ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഭാഗങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ താഴെ കാണുന്നതിന് എന്ത് വിളിക്കുന്നുണ്ട്? നമ്മൾ പെഡീസൽ എന്നാണ് വിളിക്കുന്നത്. പെഡീസൽ ഓൾറെഡി അറിയാലോ. ഈ താഴെയുള്ള അതായത് തണ്ടിനെയും ആ പൂവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനെയാണ് പെഡീസൽ എന്ന് വിളിക്കുന്നത്. ഇനി അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഈ ഒരു ഭാഗത്തിനെ നമ്മൾ തലാമസ് എന്ന് വിളിക്കുന്നു. തലാമസ് അല്ലെങ്കിൽ എന്താണ്? പുഷ്പാസനം. അതായത് നമ്മുടെ ഈ ഫ്ലവറിനെ താങ്ങി നിർത്താനായിട്ട് സഹായിക്കുന്നത് ആരാണ്? ഈ തലാമസ് എന്ന് പറയുന്ന ഭാഗമാണ്. താങ്ങി നിർത്തുക എന്നതിലുപരി അതിനൊരു ഇരിപ്പിടം, ഒരു സീറ്റ് സെറ്റാക്കിയിരിക്കുന്ന ആരാണ്? ഈ പറയുന്ന തലാമസ് ആണ്. കണ്ടോ? അതായത് ആ ഫ്ലവറിന് മൊത്തം ഒരു ഇരിക്കാനുള്ളൊരു സ്പേസ് ആണ് തലാമസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇതിങ്ങനെ നടക്കുന്ന ഒരു ഭാഗം കണ്ടാടാ, ഇതിനെയാണ് കാലിക്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. കാലിക്സ്, ഇതാണ് കാലിക്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഒരു ഭാഗത്തിനെയാണ് കൊറോള എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഈ ഫ്ലവറിന് എന്താണ് ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് കൊറോള. ഇനി
ശ്രദ്ധിച്ച് കാണാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ഭാഗത്തിനെ കണ്ട മക്കളെ, ഈ ഒരു ഭാഗം, ഇതിനെയാണ് നമ്മൾ ഗൈനീഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഗൈനീഷ്യം എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വരും ടോപ്പിക്കുകൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നടുക്കുള്ള ഭാഗത്തിനെയാണ് ഗൈനീഷ്യം എന്ന് വിളിക്കുന്നത്. ഇനി പുറത്തതേ നോക്കി 6 1 2 3 കണ്ടോ, 1 2 3 4 5 6 ഇങ്ങനെ ഒരു കൊമ്പ് പോലെ ഇരിക്കുന്ന സാധനം കണ്ടോ, അതിനെയാണ് ആൻഡ്രീഷ്യം എന്ന് വിളിക്കുന്നത്. ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്, അല്ലെങ്കിൽ ആൺ പ്രത്യുൽപാദന അവയവമാണ് ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഗൈനീഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺ പ്രത്യുൽപാദന ഭാഗം, അതായത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. നമ്മുടെ ഫ്ലവറിന് മനുഷ്യനുള്ള പോലെ തന്നെ എന്താണ് ഫ്ലവേഴ്സിനും റീപ്രൊഡക്റ്റീവ് പാർട്ടുണ്ട്, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടുണ്ട്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടുണ്ട്. അതിനകത്തെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെയാണ് നമ്മൾ ഗൈനീഷ്യം എന്ന് വിളിക്കുന്നത്, ജനിപുടം എന്ന് മലയാളത്തിൽ വിളിക്കുന്നു. ഇനി മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെയാണ് ആൻഡ്രീഷ്യം അല്ലെങ്കിൽ കേസരപുടം എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ, ഇനി ഈ ഭാഗമാണ് കൊറോള. കൊറോളയുടെ മലയാളം കൊറോണയല്ല കേട്ടോ, കൊറോള. അതിനെ ദളപുടം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ ആണോ, സെറ്റാണോ? അപ്പോൾ ഈ ഭാഗങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. കാരണം എക്സാമിന് സാധാരണയായിട്ട് ഒന്നില്ലെങ്കിൽ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനായിട്ട് വരാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് വരയ്ക്കാൻ പറയാനായിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഒരു പിക്ചറാണത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. പെഡീസൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പൂഞ്ഞിട്ട് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ സ്റ്റെമ്മിനെയും ഫ്ലവറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു ഭാഗമാണ് പെഡീസൽ. തലാമസ് എന്താണ്, പ്രൊവൈഡ് സീറ്റ് ഫോർ ദ അതർ പാർട്ട് ഓഫ് ദ ഫ്ലവർ, അതായത് നമ്മുടെ ഈ പറയുന്ന ആ ഒരു ഫ്ലവറിനെ ഇരിപ്പിടം, ആ ഒരു സീറ്റ് സെറ്റ് ചെയ്യുകയാണ് തലാമസ് അല്ലെങ്കിൽ പുഷ്പാസനം ചെയ്യുന്നത്. കാലിക്സ് അല്ലെങ്കിൽ വിതളപുടം അതെന്ത് ചെയ്യുന്നുണ്ട്, ഫോർമേഷൻ ഓഫ് സെപ്പൽസ് പ്രൊട്ടക്ട് ദ ഫ്ലവർ ബഡ്സ് ബൈ കവറിങ് ഇറ്റ്, അതായത് വിതളങ്ങൾ ചേർന്നിട്ട് രൂപപ്പെടുന്നതാണ്. ഓക്കെ, അതായത് സെപ്പൽസ് കൂടി ചേർന്ന് ഫോം ചെയ്യുന്നതാണ് ഈ പറയുന്ന കാലിക്സ് എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ പറയുന്ന പൂമുട്ടിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുണ്ട്. ഓക്കെ, സെറ്റല്ലേ? ഇനി കൊറോള, ദളപുടം ഓൾറെഡി പറഞ്ഞിരുന്നു. എന്ത് ചെയ്യുന്നുണ്ട്, ദളങ്ങൾ ചേർന്ന് രൂപപ്പെട്ട പൂവിന് ഭംഗിയും അതുപോലെ തന്നെ ആകർഷണം. ഈ ഭാഗം മിസ് പറഞ്ഞില്ലേ, അതായത് പൂവിന് ഭംഗിയും ആകർഷണം കൊടുക്കുന്നത് ആരാണ്, കൊറോള അല്ലെങ്കിൽ ദളപുടമാണ്. അതുപോലെ ആൻഡ്രീഷ്യം, കേസരപുടം. ഇംഗ്ലീഷിൽ ആൻഡ്രീഷ്യം എന്നും മലയാളത്തിൽ കേസരപുടം എന്നാണ് പറയുന്നത്. ആൻഡ്രീഷ്യം എന്താണ്, അത് ഫോംഡ് ദ സ്റ്റെമൻസ്. ഓക്കെ, കേസരങ്ങൾ ചേർന്നിട്ടാണ് രൂപപ്പെടുന്നത്. അതുപോലെ തന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ, ഓൾറെഡി മിസ് പറഞ്ഞതാണ്. അതായത് എന്തായിരുന്നു മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ ആൺ പ്രത്യുൽപാദന ഭാഗമാണ്. ഗൈനീഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, പൂവിൻ്റെ പെൺ പ്രത്യുൽപാദന ഭാഗം അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. സെറ്റല്ലേ? ഓക്കെ, ഇത് ഓൾറെഡി ആ ഒരു പാർട്സിൽ പറഞ്ഞതാണ്, ജസ്റ്റ് ബോക്സിൽ കൊടുത്തതേ ഉള്ളൂ. ഇനി ഓൾറെഡി അറിയാലേ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പെഡിസെല്ലുള്ളത് പറഞ്ഞിരുന്നു, തലാമസ് പറഞ്ഞിരുന്നു, കാലിക്സ് പറഞ്ഞിരുന്നു, കൊറോള പറഞ്ഞിരുന്നു. ഇനി എന്താണ്, ഈ ഒരു ഭാഗത്തിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, കോംപ്ലക്സ് ഈ ഒരു ഭാഗത്തിനെ കുറിച്ചിട്ടല്ലേ. ഓക്കെ, ഈ ഒരു ഭാഗത്തിനെ കുറിച്ചിട്ട് നമ്മൾ ഈ ഒരു ടോപ്പിക് കൂടി കഴിഞ്ഞിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. അത് ജസ്റ്റ് മിസ് നേരത്തെ ഒന്ന് ഫ്ലവർ കയറ്റിയിട്ടെന്നേ ഉള്ളൂ. ഇനി കംപ്ലീറ്റ് ഫ്ലവർ, പൂർണ്ണ പുഷ്പം, അതായത് കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം, അതാണ് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ എന്താണ് മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. ഈ പാർട്ടുകളെല്ലാം ഉള്ളതിനെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്, പൂർണ്ണ പുഷ്പം അല്ലെങ്കിൽ കംപ്ലീറ്റ് ഫ്ലവർ എന്ന് വിളിക്കുന്നുണ്ട്. വിതളപുടം, ദളപുടം, കേസരപുടം, ജനിപുടം എന്നീ 4 ഭാഗങ്ങൾ ഒരു പൂവിൽ പ്രധാനമായി കാണുന്നുണ്ട്. ഈ 4 ഭാഗങ്ങളുള്ള പൂവിനെ നമ്മൾ എന്താണ്, പൂർണ്ണ പുഷ്പം എന്നാണ് വിളിക്കുന്നത്. സെറ്റല്ലേ? അതായത് എല്ലാം മെയിൻ ആയിരിക്കുന്ന കാലിക്സ് ഉണ്ടോ, കൊറോളയുണ്ടോ, ആൻഡ്രീഷ്യം ഉണ്ടോ, ഗൈനീഷ്യം ഉണ്ടോ, ഇവയെല്ലാം ഒരു ഫ്ലവറിൽ കാണുന്നുണ്ടെങ്കിൽ അതെന്താണ്, കംപ്ലീറ്റ് ഫ്ലവർ ആണെന്ന് പറയാം. ഓക്കെ, റോസ് ഫ്ലവർ ആണെങ്കിൽ പെഡീസൽ പ്രസന്റ് ആണ്, തലാമസ് പ്രസന്റ് ആണ്, സെപ്പൽസ് ഉണ്ട്, അതുപോലെ പെറ്റൽസ് ഉണ്ട്, അതുപോലെ ആൻഡ്രീഷ്യം ഉണ്ട്, ഗൈനീഷ്യം ഉണ്ട്. ഓക്കെ, സൺഫ്ലവറിലാണെങ്കിൽ ആ പെഡീസൽസ് ഇല്ല, തലാമസ് ഉണ്ട് ഇല്ല, പിന്നെന്താണ്, സെപ്പൽസ് ഉണ്ട്, പെറ്റൽസ് ഉണ്ട്, ആൻഡ്രീഷ്യം ഉണ്ട്, ഗൈനീഷ്യം ഉണ്ട്. ഹിബിസ്കസിലാണെങ്കിലോ ഇതുപോലെ തന്നെയാണ്, എല്ലാം പ്രസന്റ് ആയിട്ടുണ്ട്. അപ്പോൾ ചില ഫ്ലവറിൽ ചില ഭാഗങ്ങൾ കാണാൻ സാധിക്കില്ല. ഓക്കെ, അതായത് മെയിൻ ആയിരിക്കുന്ന ആ 4 ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ഫ്ലവർ അല്ലെങ്കിൽ പൂർണ്ണ പുഷ്പം എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അത് നമ്മൾ ഇപ്പോൾ ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ കുറിച്ച് പറഞ്ഞു, ഫ്ലവർ ഉണ്ടാകുന്നതിനെ കുറിച്ചു. പക്ഷേ ചില പ്ലാന്റ്സിൽ എന്തില്ല, ഫ്ലവർ ഉണ്ടാകാറില്ല. അവയാണ് എന്ത്, പൂക്കാത്ത സസ്യങ്ങൾ അല്ലെങ്കിൽ നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ദർ ആർ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആസ് വെൽ ആസ് നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അതായത് സസ്യലോകത്ത് പൂക്കുന്ന സസ്യങ്ങൾ മാത്രമല്ല ഉള്ളത്, പൂക്കാത്ത സസ്യങ്ങളും ഉണ്ട്. അതിന് ഉദാഹരണമാണ് പൈൻ സൈക്കസ് പനൽ, അതായത് പൈൻ സൈക്കസ് ഫോൺസ് എന്ന് പറയും. നിങ്ങൾ ഓൾറെഡി ഈ പറയുന്ന ഫോണിനെ കണ്ടു കാണുമായിരിക്കും. ഓക്കെ, ആ ഒരു പിക്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എന്താണ്, കിണറില്ല, കിണർ, ആ കിണറിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ അത്. ഓക്കെ, പിന്നെ ഇത് കണ്ടോ, ഈ ഒരു മരമാണ് പൈൻ. ഓക്കെ, സൈക്കസ് കുറച്ചുകൂടി കാണിച്ചില്ല, കണ്ടോ, ഇതിനകത്തൊക്കെ എന്താണ്, ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ്സ് ആണ്. കാരണം ഇതിനകത്ത് എന്താണ്, ഫ്ലവർ ഇല്ല. അതായത് നമ്മൾ വിചാരിക്കുമ്പോൾ എല്ലാ പ്ലാന്റ്സിനും ഫ്ലവർ ഉണ്ടാവുന്നു, അങ്ങനെയല്ല, ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ്സുകളും നമ്മുടെ ചുറ്റിൽ കാണാനായിട്ട് സാധിക്കും. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഓക്കെ, ഇനി നീലക്കുറിഞ്ഞി എന്ന് കേട്ടിട്ടുണ്ടാടാ.
അതൊരു എന്താണ്, ഒരു 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 കുറ്റിച്ചെടിയാണ്, ഒരു ഷ്രബാണ്. ബ്യൂട്ടിഫുൾ ആയിരിക്കുന്ന ഒരു വെസ്റ്റേൺ ഗട്ട്സിൽ കാണുന്ന ബ്ലൂ കളർ ആയിരിക്കുന്ന ഫ്ലവർ ആണ് എന്ത്, നീലക്കുറിഞ്ഞി എന്ന് പറഞ്ഞാൽ. അതായത് പശ്ചിമഘട്ട മലനിരകളിലെ മനോഹരമാക്കുന്ന ഒരു നീലപ്പൂക്കളുള്ള ഒരു ചെറിയൊരു കുറ്റിച്ചെടിയാണ് എന്താ ഈ പറയുന്ന നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത്. ഇത് സമുദ്രനിരപ്പിൽ നിന്ന് 1200 മീറ്റർ ഉയരമുള്ള പുൽമേടുകളിലും ചോലവനങ്ങളിലുമാണ് ഈ പറയുന്ന നീലക്കുറിഞ്ഞി വളരുന്നത്. പശ്ചിമഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന വെസ്റ്റേൺ ഗട്ട്സിൽ കാണപ്പെടുന്ന വിവിധ ഇനം കുറിഞ്ഞികളിൽ ഒന്ന് മാത്രമാണ് എന്ത്, നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത്. ഈ ഒരു ഫാമിലിയിൽപ്പെട്ട ഒരുപാട് ഫ്ലവേഴ്സ് അവിടെ ഉണ്ട്, അതിനകത്ത് ഒന്ന് മാത്രമാണ് എന്ത്, നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത്. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇത് എന്തെന്ന് കൂട്ടമായിട്ട് പൂവിടുന്നത്. ഓക്കെ, ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള കാലഘട്ടമാണ് ഇവയുടെ പൂക്കാലം എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, സാധാരണ ഓരോരുത്തരൊക്കെ ഈ നീലക്കുറിഞ്ഞി പൂത്ത് എന്ന് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്കൊക്കെ ടൂർ പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. മിസ്സിനും ആഗ്രഹം ഉണ്ടായിരുന്നു കാണണം എന്നുള്ളത്, പക്ഷേ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. ഇനി പോകുമ്പോൾ എന്തായാലും പോകാനായിട്ട് പ്ലാനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇരിക്കും കേട്ടോ. ഇതാണ് നീലക്കുറിഞ്ഞി എന്ന് വെച്ചാൽ. നല്ല രസമില്ലേ കാണാനായിട്ട്, അടിപൊളിയായിട്ടുണ്ട്. മിസ്സിന് പോകാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ എടുക്കാൻ പറ്റി അല്ലേ സാർ? ഓക്കെ, ഇനി ഇതാണ് കേട്ടോ. സൂപ്പർ അല്ലേടാ, അടിപൊളി സാധനമാണ്. ഇനി ഫംഗ്ഷൻ, അതായത് നമ്മൾ ഈ ഫ്ലവറിനെ കുറിച്ചൊക്കെ പഠിച്ചു. ഇതിൻ്റെ ഉപയോഗം എന്താണെന്നാണ്, പൂവിൽ നിന്ന് ഫലമുണ്ടാകുന്നു. ഫ്രൂട്ട് ഈസ് ഫോംഡ് ഫ്രം ദ ഫ്ലവർ. അതായത് ഫ്രൂട്ട് ഉണ്ടാകുന്ന എവിടെ നിന്നാണ്, നമ്മുടെ പൂവിൽ നിന്നാണ്. അട്രാക്ട് പോളിനേഷൻ, പരാഗണകാരികളെ ആകർഷിക്കുന്നു. ഓക്കെ, പോളിനേഷൻ നടന്നാൽ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ, അത് ഫ്രൂട്ടായിട്ട് മാറുള്ളൂ. ഓക്കെ, ഇത് ഫ്രൂട്ടായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ ഈ പ്രാണികളെയാണ്ട പരാഗണകാരികൾ അല്ലെങ്കിൽ പോളിനേറ്റർ എന്ന് വിളിക്കുന്നത്. അവർക്ക് ആകർഷണം തോന്നണം. ഈ ആകർഷണം തോന്നിക്കാനുള്ള ആളാണ് ആര്, നമ്മുടെ ഈ പറയുന്ന ഫ്ലവർ എന്ന്. അതിൻ്റെ കളറും മണമൊക്കെ അനുസരിച്ചാണ് പ്രാണികളെയൊക്കെ വലിച്ച് അല്ലെങ്കിൽ കിളികളെയൊക്കെ നമ്മുടെ ഈ പറയുന്ന ഫ്ലവർ അട്രാക്ട് ചെയ്തെടുക്കുന്നത്. പ്രൊട്ടക്ട് റീപ്രൊഡക്റ്റീവ് പാർട്ട്, അതായത് പൂവ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യുൽപാദന ഭാഗങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗൈനീഷ്യ ആയിക്കോട്ടെ, ആൻഡ്രീഷ്യ ആയിക്കോട്ടെ, ജെനിബുഡോ ആയിക്കോട്ടെ, കേസരബുഡോ ആയിക്കോട്ടെ, ഫ്ലവറിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ പ്ലാന്റ്സ് റീപ്രൊഡക്റ്റീവ് പാർട്ട് അതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്, നമ്മുടെ ഫ്ലവർ തന്നെയാണ്. ഇനി ഫ്രൂട്ട്സ് ആൻഡ് സീഡ്, ഫലവും അതുപോലെ തന്നെ വിത്തും. ഫ്രൂട്ട്സ് ആൻഡ് സീഡ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ ഫ്ലവർ ത്രൂ ദ റീപ്രൊഡക്ഷൻ. അതായത് പ്രത്യുൽപാദനം വഴിയാണ് പൂവിൽ നിന്ന് ഫലവും അതുപോലെ തന്നെ വിത്തും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ എ ന്യൂ പ്ലാന്റ് അറൈസിംഗ് ഫ്രം ദ സീഡ് വിത്ത് ദ ഫ്രൂട്ട്, അതായത് ഫലത്തിലെ വിത്തിൽ നിന്ന് ഒരു പുതിയ സസ്യം രൂപം കൊള്ളുന്നത്. ഓൾറെഡി അറിയാവുന്നതാണ്, നമുക്കറിയാം. ഈ പറഞ്ഞ സീഡിൽ നിന്നിട്ടാണ് പുതിയൊരു സംഭവം അല്ലെങ്കിൽ പുതിയൊരു സസ്യം ഉണ്ടാകുന്നത്. അതായത് ഫ്രൂട്ടിനുള്ളിൽ സീഡ് ഉണ്ട്. ആ ഫ്രൂട്ട് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഫ്ലവർ ആണ്. ഓക്കെ, ഫ്ലവറിൽ നിന്നിട്ട് എന്തുണ്ടാവും, ഫ്രൂട്ട് ഉണ്ടാവും. ആ ഫ്രൂട്ടിൻ്റെ ഉള്ളിലെ സീഡ് എന്ത് ചെയ്യുന്നുണ്ട്, നിലത്ത് വീണ് കഴിഞ്ഞാൽ പുതിയ സസ്യമായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം എന്താണ്, സീഡ് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. വേറൊരു ചെടിയിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ സീഡ് കിട്ടി, ആ സീഡ് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ആ സീഡ് എന്ത് ചെയ്യുന്നു, വളരുന്നു. അതിനുശേഷം അത് ചെടിയായിട്ട് മാറുന്നു. അതിനുശേഷം പൂ ഉണ്ടാവുന്നു. പൂ ഉണ്ടായതിനു ശേഷം എന്താണ്, ഫലം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഫ്രൂട്ട് ഉണ്ടാകുന്നു. ആ ഫ്രൂട്ടിൽ നിന്ന് വീണ്ടും സീഡ് എന്താണ്, നിലത്തേക്ക് വീഴുന്നു. ഈ ഒരു സൈക്കിൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണ് ഈ പറയുന്ന അതിൻ്റെ ഒരു ഇത് പോകുന്നത്, സീരീസ് പോകുന്നത്. അതാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കണ്ടോ, സീഡ് പ്ലാന്റ് ചെയ്യുന്നു, അതായത് ഈ പറഞ്ഞ വിത്ത് ഇടുന്നു. അതിനുശേഷം ആ വിത്ത് ജെർമിനേഷൻ സംഭവിച്ചിട്ട് എന്ത് സംഭവിക്കുന്നു, പുതിയ ചെടിയായിട്ട് മാറുന്നു. പുതിയ ചെടിയിൽ എന്തുണ്ടാവുന്നു, ഇങ്ങനെ വലുതാകുന്നു. അതിനുശേഷം ഫ്ലവർ ഉണ്ടാകുന്നു. ഫ്ലവർ ഉണ്ടായ ശേഷം ഫ്ലവർ എന്തായിട്ട് മാറുന്നു, ഫ്രൂട്ടായിട്ട് മാറുന്നു. ആ ഫ്രൂട്ട് വീണ്ടും നിലത്ത് വീഴുന്നു. അത് വിത്തായിട്ട് വീണ്ടും നമ്മുടെ മണ്ണിലേക്ക് വരുന്നു. ഇതിങ്ങനെ സൈക്കിൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഈ പറഞ്ഞിരുന്നു മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ കുറിച്ചും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ കുറിച്ചും. അതായത് നമ്മൾ ഫസ്റ്റ് ആ പാട്ട് പഠിച്ചപ്പോൾ പറഞ്ഞ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്, ആൻഡ്രീഷ്യത്തിനെയാണ്, അല്ലെങ്കിൽ കേസരപുടമാണ് എന്താ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് വിളിക്കുന്നത്. ഇനി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്ന ഗൈനീഷ്യം അല്ലെങ്കിൽ ജെനിപുടമാണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം, വെരി 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 ഇമ്പോർട്ടൻറ്റ്. അതായത് ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് വെച്ചാൽ എന്താ, ഗൈനീഷ്യം ആകുന്നു. ഇത് ഓക്കെ ആണല്ലോ. ഇത് ഓക്കെ ആയവരൊന്ന് തമ്പിട്ടേടാ, ഇത് ഓക്കെ ആയവർ തമ്പിട്ട്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ ആൻഡ്രീഷ്യത്തിന് 2 ഭാഗങ്ങളാണുള്ളത്. ആൻഡ്രീഷ്യത്തിന് 2 ഭാഗങ്ങൾ. ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് അല്ലെങ്കിൽ ആൺ പ്രത്യുൽപാദന അവയവമാണ് ഇത് ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. അത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ആൻഡ്രീഷ്യം ഇരിക്കുന്നത്. ഈ മുകൾ ഭാഗത്തിനെ സ്റ്റേമൻ എന്നാണ് വിളിക്കുന്നത്. കണ്ടോ, സ്റ്റേമൻ. ഈ മുകൾ ഭാഗത്തിനെ നമ്മൾ എന്താണ്, സ്റ്റേമൻ എന്ന് വിളിക്കുന്നു. സ്റ്റേമൻ. മലയാളത്തിൽ അതിനെ കേസരപുടം എന്ന് വിളിക്കുന്നു. കേസരപുടം. ഇനി ഈ ഒരു ഭാഗത്തിന് ഈ തണ്ട് പോലെ ഇരിക്കുന്ന ഭാഗത്തിന് ഫിലമെന്റ്, മലയാളത്തിൽ തന്തുകം എന്നാണ് പറയുന്നത്. തന്തുകം. കണ്ടോ, തന്തുകം. യെസ്, തന്തുകം. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ കേട്ടോ. ഓക്കെ, ഇനി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഗൈനീഷ്യം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ പഠിക്കാം. ഇപ്പോൾ സ്റ്റേമൻ ആണ്, കേസരപുടമാണ്. കേസരപുടം, സ്റ്റേമൻ എന്ന് പറഞ്ഞാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ കളക്റ്റീവ്ലി നോൺ ആസ് ആൻഡ്രീഷ്യം എന്നാണ്. കേസരങ്ങൾ ചേർന്നതാണ്, അതായത് സ്റ്റേമൻ ചേർന്നതാണ് എന്ത് പറയുന്നത്, കേസരപുടം എന്ന് വിളിക്കുന്നത്. ഇനി ഈച്ച് സ്റ്റേമൻ ഹാസ് 2 പാർട്സ് കേട്ടോ. ഓക്കെ, സോറി മക്കളെ, ഇതാണ് സ്റ്റേമൻ എന്ന് വിളിക്കുന്നത് കേട്ടോ.
ഇതിനെയാണ് സ്റ്റേമൻ. അതായത് ഈ നമ്മുടെ ആൻഡ്രീഷ്യത്തിന് കോമൺലി നമ്മൾ സ്റ്റേമൻ എന്നാണ് വിളിക്കുന്നത്. സ്റ്റേമൻ എന്ന് വിളിക്കുന്നു. ഈ സ്റ്റേമൻ ആണ് രണ്ട് പാർട്ട്. ഇതിനെയാണ് ആന്തർ എന്ന് വിളിക്കുന്നത്. ആന്തർ മാറിപ്പോട്ടെ, മാറാൻ ചാൻസ് കൂടുതലാണ്. അതായത് ഈ പറയുന്ന ആൻഡ്രീഷ്യത്തിന് നമ്മൾ ആൻഡ്രീഷ്യം എന്ന് പറയുന്ന സ്റ്റേമൻസ് കൂടി ചേർന്നതാണ്. അതിനകത്ത് ഈ പറയുന്ന ആ ഒരെണ്ണം എടുത്തു കഴിഞ്ഞിട്ട് ഈ മുകൾ ഭാഗത്തിനെ ആന്തർ എന്നും താഴ്ഭാഗത്തിനെ ഫിലമെന്റ് എന്നും വിളിക്കുന്നു. ആന്തർ. ഈ ആന്തറിനെ മലയാളത്തിൽ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്? പരാഗി എന്ന് വിളിക്കുന്നു കേട്ടോ. പരാഗി എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകും. ആന്തർ എന്ന് പറയുന്നത് പരാഗിയിലെ അറകളിലാണ് പരാഗരേണുക്കളുള്ളത്. അതായത് ഈ പറയുന്ന ആന്തറിൻ്റെ ഉള്ളിലാണ് എന്ത് പോളൻ ഗ്രെയിൻസ് ഉള്ളത്. ഈ ആന്തറിൻ്റെ ഉള്ളിലുണ്ട് നിറയെ കുഞ്ഞായിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ഉണ്ട്, അല്ലെങ്കിൽ പരാഗരേണുക്കൾ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ഈ ഫിലമെന്റ് എന്ന് പറയുന്നത് എന്തിനാ? ഈ ആന്തറിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഭാഗമാണ് ഫിലമെന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഒരു പ്രാവശ്യം കൂടി പറയാം, കൺഫ്യൂഷൻ ആയി പോകും, മാറിപ്പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പറയാം, ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്. ഓക്കെ, അതിനെ നമ്മൾ ആ സ്റ്റേമന്റെ കൂട്ടത്തിനെയാണ് ആൻഡ്രീഷ്യം എന്ന് വിളിക്കുന്നത്. അതിന് പ്രധാനമായിട്ട് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ആന്തർ, ഈ മുകൾ ഭാഗത്തിനെ നമ്മൾ ആന്തർ എന്ന് വിളിക്കുന്നു. ഈ ഒരു താഴത്തെ ഈ ഭാഗത്തിനെ ഫിലമെന്റ് എന്ന് വിളിക്കുന്നു. മലയാളം മീഡിയം ഇതിനെ ആന്തറിനെ എന്ത് വിളിക്കുന്നുണ്ട്? പരാഗി എന്ന് വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫിലമെന്റിനെ തന്തുകം എന്ന് വിളിക്കുന്നു. അതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വായിക്കാം. സ്റ്റേമൻ ദ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ കളക്റ്റീവ്ലി നോൺ ആസ് ആൻഡ്രീഷ്യം. കേസരങ്ങൾ ചേർന്നതാണ് കേസരപുടം എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ ഈ പറയുന്ന എന്താണ് ഈ ഒരു ആൻഡ്രീഷ്യം കേസരപുടം എന്ന് വിളിക്കുന്നതിലാണ് സ്റ്റേമൻ ഉള്ളത്. അതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഈച്ച് സ്റ്റേമൻ ഹാവ് ടു പാർട്സ്. കേസരത്തിൽ തന്തുകവും അതുപോലെ പരാഗി എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട്. അതിനകത്ത് ആന്തർ എന്ന് വിളിക്കുന്നത് മുകൾ ഭാഗത്തുള്ള ഈ ഒരു ഭാഗത്തിന് വിളിക്കുന്നത് ആന്തർ എന്ന് വിളിക്കുന്നത് എവിടെയാണ്? നിറയെ പോളൻ ഗ്രെയിൻസ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഈ ആന്തറിൽ എന്തുണ്ട്? നിറയെ എന്തുണ്ട്? കുഞ്ഞു പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ പരാഗരേണുക്കളുണ്ട്. ഇനി ഫിലമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഭാഗമാണ്. തന്തുകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പോളൻ ഗ്രെയിൻസിനെ അല്ലെങ്കിൽ പരാഗരേണുക്കൾ അല്ലെങ്കിൽ ആന്തറിനെ അല്ലെങ്കിൽ എന്താണ് പരാഗിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഭാഗമാണ് എന്ത് വിളിക്കുന്നത്? ഈ പറയുന്ന ഫിലമെന്റ് എന്ന് വിളിക്കുന്നത്. കണ്ടോ, ഇത് കൊടുത്തിരിക്കുന്നുണ്ടോ? മിസ് വരച്ച കാര്യങ്ങളാണ് കേട്ടോ. ഇതാണ് സ്റ്റേമൻ എന്ന് പറയുന്നത്. മുകൾ ഭാഗത്തിനെ ആന്തർ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു സ്റ്റാക്ക് ലൈക്ക് ആ ഒരു നീണ്ട കുഴൽ പോലെ ഇരിക്കുന്ന ഭാഗത്തിനെ ഫിലമെന്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ആലോചിച്ചാൽ മതി. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ എന്താ വിളിക്കുന്നത്? ആൻഡ്രീഷ്യം എന്നാണ് വിളിക്കുന്നത്. കേസരപുടം എന്ന് വിളിക്കുന്നു. അതിനകത്ത് വരുന്നതാണ് മെയിൻ പാർട്ട് ആന്തറും ഫിലമെന്റും. മുകൾ ഭാഗത്തിനെ ആന്തർ എന്നും ആ ഒരു നീണ്ടുപോലെ ഇരിക്കുന്ന ഭാഗത്തിനെ ഫിലമെന്റ് എന്ന് വിളിക്കുന്നു. ഇനി നമ്മൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഗൈനീഷ്യം ജനിപുടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജനിപുടത്തിന് 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. ഞാനൊരു ഫ്ലോ ചാർട്ട് പോലെ വരച്ചുതരാം കേട്ടോ. 3 ഭാഗങ്ങളുണ്ട്. 3 ഭാഗങ്ങൾ. ഓക്കെ, ആദ്യത്തെ ഭാഗത്തിന്റെ പേരാണ് സ്റ്റിഗ്മ. രണ്ടാമത്തെ ഭാഗത്തിന്റെ പേരാണ് സ്റ്റൈൽ. മൂന്നാമത്തെ ഭാഗത്തിന്റെ പേരാണ് ഓവറി. ഓക്കെ, ഇങ്ങനെ 3 ഭാഗങ്ങൾ കൊണ്ട് കൂടിച്ചേർന്നതാണ് നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ഇത് പഠിക്കാനായിട്ട് മിസ് ഒരു എളുപ്പ വഴി പറഞ്ഞിട്ട് സ്റ്റിഗ്മക്ക് സ്റ്റൈൽ ഇത്തിരി ഓവറാണ്. ഓക്കെ, സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി ഇതാണ് പ്രധാനമായിട്ടുള്ള നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് അല്ലെങ്കിൽ ആൻഡ്രീഷ്യത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പിക്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ മുകൾ ഭാഗത്തിനെ മിസ് ഇവിടെ വരയ്ക്കാം കേട്ടോ. മുകൾ ഭാഗത്ത് ഇത് ഇങ്ങനെ ഒരു ഭാഗം ഉണ്ടാവും. ഈ ഭാഗത്തിനെയാണ് സ്റ്റിഗ്മ എന്ന് വിളിക്കുന്നത്. ഈ താഴത്തേക്ക് ഇങ്ങനെ വള്ളി പോലെ ഇങ്ങനെ വരുന്ന സാധനം അതിനെയാണ് സ്റ്റൈൽ എന്ന് വിളിക്കുന്നത്. സ്റ്റൈൽ. ഇതെന്താണ്? സ്റ്റിഗ്മ. ഇനി ഇവിടെ താഴെ ഉള്ള ഈ ഭാഗത്തിൻ്റെ പേരാണ് ഓവറി. ഈ ഓവറിയുടെ ഉള്ളിൽ ഒവ്യൂൾ ഉണ്ട്. ഓവറിയുടെ ഉള്ളിൽ എന്തുണ്ട്? ഒവ്യൂൾ ഉണ്ട് കേട്ടോ. മലയാളം മീഡിയം ശ്രദ്ധിക്കുക. ഈ സ്റ്റിഗ്മേനെ നമ്മൾ പരാഗണ സ്ഥലം എന്ന് വിളിക്കുന്നു. ഈ ഒരു ഭാഗത്തിനെ സ്റ്റൈലിനെ നമ്മൾ ജനിതണ്ട് എന്ന് വിളിക്കുന്നു. ഓവറിനെ അണ്ടാശയം എന്ന് വിളിക്കുന്നു. ഇതിനുള്ളിൽ എന്താണ്? ഒവ്യൂൾ എന്ന് തന്നെയാണ് ഇംഗ്ലീഷിൽ മലയാളത്തിൽ പറയുന്നത്. സെറ്റ് അല്ലേ? അപ്പോൾ ഒരു പ്രാവശ്യം കൂടി മിസ് പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. കുറച്ച് കൺഫ്യൂഷൻ അടിക്കുന്ന ഭാഗമാണ്. അതായത് നമ്മൾ പറഞ്ഞത് എന്തിനെ കുറിച്ചിട്ടായിരുന്നു? ഗൈനീഷ്യത്തെ കുറിച്ചിട്ടാണ്. ഗൈനീഷ്യം എന്ന് പറഞ്ഞാൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്. പെൺ പ്രത്യുൽപാദന അവയവമാണ്. ജനിപുടം എന്നാണ് മലയാളത്തിൽ വിളിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണുള്ളത്. സ്റ്റിഗ്മയുണ്ട്, സ്റ്റൈലുണ്ട്, ഓവറി ഉണ്ട്. ഇത് ഓക്കെ അല്ലേ? ഇനി സ്റ്റിഗ്മ എന്ന് പറയുന്നത് ഈ മുകൾ ഭാഗത്തിനെയാണ് സ്റ്റിഗ്മ എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഒരു ഭാഗത്തിനെയാണ് എന്ത്? സ്റ്റൈൽ അല്ലെങ്കിൽ ജനിതണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സ്റ്റിഗ്മേനെ നമ്മൾ പരാഗണ സ്ഥലം എന്നാണ് വിളിക്കുന്നത്. ഇനി ഓവറി, ഈ താഴത്തുള്ള ഭാഗത്തിനെ ഓവറി എന്ന് വിളിക്കുന്നു. ഓവറിയുടെ ഉള്ളിൽ എന്തുണ്ട്? ഒവ്യൂൾ ഉണ്ട്. ഇത് ഓക്കെ ആണോ? ഇത് ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആൻഡ്രീഷ്യം അല്ല ഗൈനീഷ്യത്തിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോക്കിക്കോ, അതിൻ്റെ ഭാഗങ്ങൾ കൊടുത്തിരിക്കുക കേട്ടോ. ഒരു ചെമ്പരത്തിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ, ചെമ്പരത്തിയുടെ ഫ്ലവർ എടുക്കുകയാണെങ്കിൽ ആ ചെമ്പരത്തിയുടെ തൊട്ട് മുകളിൽ ഇത് ഇങ്ങനെ കാണുന്ന കണ്ടില്ലേടാ? ഇതാണ് എന്ത്? സ്റ്റിഗ്മ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇതിന് ചുറ്റും ഇങ്ങനെ കാണുന്നില്ലേ? അതെന്താണ്? നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിലെ പോളൻ ഗ്രെയിൻസ് ഇരിക്കുന്ന സ്ഥലമാണ്. അതായത് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നത് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഉള്ളത്
ഇതിങ്ങനെ എടുത്തുന്നത് എന്തായിരുന്നു? സ്റ്റേമൻ എന്ന് പറഞ്ഞില്ലേ, ആ സാധനമാണ് ദേ ഇവിടെ ഇങ്ങനെ പോയിരിക്കുന്നത്. ഓക്കെ, അതാണത്. ഓക്കെ, അതാണ്, അതിൻ്റെ ഉള്ളിലാണ് പോളൻ ഗ്രെയിൻസ് ഉള്ളത്. ഇത് പെറ്റൽസ് ഓൾറെഡി അറിയാം, സെപ്പൽസും അറിയാം. ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഓവറി ഉണ്ട്. ഓക്കെ, ഇത് ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി എക്സാമ്പിൾ ഓഫ് ഫ്ലവർ വിത്ത് സിംഗിൾ ഓവറി, അതായത് ഓവറിയുടെ കേസ് പറഞ്ഞു. ചില പൂവിൽ ഒരു അണ്ടാശയം മാത്രം, അല്ലെങ്കിൽ ഒരു ഓവറി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ചില ഫ്ലവറിൻ്റെ കേസ് വരുമ്പോൾ ഒന്നിൽ കൂടുതൽ ഓവറീസ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ അണ്ടാശയങ്ങൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. ഒരു ഓവറി മാത്രമുള്ള ഫ്ലവേഴ്സ് ഉണ്ട്, ഒന്നിൽ കൂടുതൽ ഓവറീസ് ഉള്ള ഫ്ലവേഴ്സും കാണാൻ സാധിക്കും. ഓക്കെ, എക്സാമ്പിൾ ഓഫ് ഫ്ലവേഴ്സ് വിത്ത് സിംഗിൾ ഓവറി ഇൻ ഫ്ലവർ, ടൊമാറ്റോ, ഹിബിസ്കസ് അങ്ങനെയുള്ളതൊക്കെ. അതുപോലെ പീ, സൺഫ്ലവറിലൊക്കെ എന്താണ് ഒരൊറ്റ അണ്ടാശയം അല്ലെങ്കിൽ ഒരൊറ്റ ഓവറി മാത്രമേ കാണാനായിട്ട് സാധിക്കുള്ളൂ. സിംഗിൾ ഓവറിയാണ്. ഓക്കെ, ഇനി ചില ഫ്ലവേഴ്സ്, അതായത് എന്താണ്, ലോട്ടസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ചെമ്പകപ്പൂവായിക്കോട്ടെ, കസ്റ്റാർഡ് ആപ്പിൾ ആയിക്കോട്ടെ, അങ്ങനെയുള്ളതിലൊക്കെ എന്താണ് ഓവറീസ്, മൾട്ടിപ്പിൾ ഓവറീസ് കാണാൻ സാധിക്കും. ഒന്നിലധികം അണ്ടാശയങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, കുറേ ഓവറീസ് ഉള്ള, മൾട്ടിപ്പിൾ ഓവറീസ് ഉള്ളതാണ് ഇത് കേട്ടോ, ചെമ്പക ഫ്ലവറിലാണ്. ഓക്കെ, ഇനി പൂക്കളിലും ആണും പെണ്ണും ഉണ്ട്. ഓക്കെ, പൂക്കളിൽ എന്താണ്, നമ്മൾ മനുഷ്യരിൽ ആണും പെണ്ണും ഉള്ള പോലെ തന്നെ പൂക്കളിലും ആണും പെണ്ണുണ്ട്. ദ മെയിൽ ഫ്ലവർ ഈസ് എ ഫ്ലവർ ദാറ്റ് കണ്ടെയ്ൻ ഓൺലി മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ചില ഫ്ലവറിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അവയാണ് എന്ത് പറയുന്നത്, മെയിൽ ഫ്ലവർ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ആണിൻ്റെ റീപ്രൊഡക്റ്റീവ് പ്രത്യുൽപാദന ഭാഗം മാത്രമുള്ളതിനെ നമ്മൾ എന്താണ് ആൺപൂ എന്ന് വിളിക്കുന്നു. ഇനി പെൺപൂ എന്ന് വെച്ചാൽ എന്തായിരിക്കും, പെണ്ണിൻ്റെ പ്രത്യുൽപാദന ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനെയാണ് നമ്മൾ പെൺപൂ എന്ന് വിളിക്കുന്നത്. അതിനകത്ത് ഡൗട്ടൊന്നുമില്ലല്ലോ. അതായത് ആൺപൂ എന്നത് ആണിൻ്റെ പ്രത്യുൽപാദന ഭാഗം മാത്രം ഉൾക്കൊള്ളുന്നതും, അതായത് ജനിപുടം ഇല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗൈനീഷ്യം ഇല്ല, അതിനാൽ സ്വന്തമായിട്ട് അവർക്ക് വിത്ത് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ. ഇനി ഫീമെയിൽ ഫ്ലവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, പെൺപൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ജനിപുടം മാത്രം അല്ലെങ്കിൽ ഗൈനീഷ്യം മാത്രമേ ഉണ്ടാകുള്ളൂ. അതായത് അവരുടെ പെൺ പ്രത്യുൽപാദന ഭാഗം മാത്രമേ ഉണ്ടാകുള്ളൂ. അതിനകത്ത് കേസരം ഉണ്ടാകില്ല, അല്ലെങ്കിൽ ആണിൻ്റെ പ്രത്യുൽപാദന ഭാഗം ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് അവർ പൂമ്പൊടി സ്വീകരിക്കാനും വിത്തുകൾ ഉണ്ടാക്കാനും അവർക്ക് പൂമ്പൊടി സ്വീകരിച്ചതിന് ശേഷം അവർക്ക് വിത്തുകൾ ഉണ്ടാക്കാൻ സാധിക്കും. കാര്യം വിത്തുകൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ആരാണ്, ഗൈനീഷ്യമാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പെൺ പ്രത്യുൽപാദന ഭാഗമായിരിക്കുന്ന ജനിപുടമാണ് സഹായിക്കുന്നത്. അപ്പോൾ ഇവർക്ക് എന്താണ് വിത്തുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും, ഫ്ലവറൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ മാറിപ്പോകരുത്. പെൺപൂവ് ആൺപൂവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺപൂവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണിൻ്റെ പ്രത്യുൽപാദന ഭാഗങ്ങൾ മാത്രമുള്ളതായിരിക്കും, ആൺപൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൺ പ്രത്യുൽപാദന ഭാഗമുള്ളതായിരിക്കും. സെറ്റല്ലേ? ജസ്റ്റ് അത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, ഭയങ്കര എളുപ്പമാണ്, പക്ഷെ മാറിപ്പോകാതിരുന്നാൽ മതി. ഓക്കെ, ലേഡീസ് ഫിംഗർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഫ്ലവറിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഒരുമിച്ച് വരും. അതായത് ആൺ പ്രത്യുൽപാദന ഭാഗവും അതുപോലെ പെൺ പ്രത്യുൽപാദന ഭാഗവും കൂടെ ഒരുമിച്ച് വരും. അതിന് ഉദാഹരണമാണ് ലേഡീസ് ഫിംഗർ അഥവാ വെണ്ട എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ്രീഷ്യൻ ഗൈനീസ് ആർ ഫൗണ്ട് ഇൻ ദ സെയിം ഫ്ലവർ. കേസര പുടവും ജനിപുടവും ഒരേ പൂവിൽ തന്നെ കാണപ്പെടുന്നു. ഇനി മത്തൻ്റെ കേസിലാണെങ്കിൽ ആൻഡ്രീഷ്യൻ ഗൈനീഷ്യം ആർ ഫൗണ്ട് ഇൻ ദ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ്. മത്തനാണെങ്കിൽ അതായത് പെൺപൂവ് വേറെയാണ്, ആൺപൂവ് വേറെയാണ്. ആൺപൂവ് പെൺപൂവ് എന്ന് വെച്ചാൽ ആൺപൂവിലാണെങ്കിൽ ആണിൻ്റെ ഭാഗങ്ങൾ, ആൺ പ്രത്യുൽപാദന ഭാഗങ്ങൾ മാത്രമേ കാണുള്ളൂ, പെൺപൂവാണെങ്കിൽ പെണ്ണിൻ്റെ പ്രത്യുൽപാദന ഭാഗങ്ങൾ മാത്രമേ കാണുള്ളൂ. പംകിങ്ങിൽ ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ലേഡീസ് ഫിംഗറും അതുപോലെ പംകിങ്. ഇനി അടുത്തത് യുണീസെക്ഷൽ ആൻഡ് ബൈസെക്ഷൽ ഫ്ലവർ. യുണീസെക്ഷൽ ഫ്ലവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏകലിംഗ പുഷ്പങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഫ്ലവർ വിച്ച് പോസസ് ഈതർ ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ഈസ് യുണീസെക്ഷൽ ഫ്ലവർ. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ലേഡീസ് ഫിംഗറുടെ കേസൊക്കെ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്, അതായത് അവരിൽ കേസരപുടവും ജനിപുടവും ഏതെങ്കിലും ഒന്ന് മാത്രം കാണപ്പെടുന്ന പൂക്കളാണ് ഏകലിംഗ പൂക്കൾ അല്ലെങ്കിൽ യുണീസെക്ഷൽ ഫ്ലവേഴ്സ്. ഓക്കെ, അതായത് ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാകുള്ളൂ, നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന ഏതാണ്, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പഠിച്ചില്ലേ, എന്താണ് എക്സാമ്പിൾ പഠിച്ചത്, ഏതാ പഠിച്ചത്, ഒന്നില്ലെങ്കിൽ ഒരെണ്ണം മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. കേസരപുടവും ജനിപുടവും ഒരേ സമയത്ത് കാണുന്നത് വെണ്ടയിലാണ്. അതേസമയം നമ്മുടെ പംകിൻ, മത്തൻ്റെ കേസ് പറഞ്ഞപ്പോൾ എന്താ പറയുക, ആൻഡ്രീഷ്യം ഗൈനീഷ്യം ആർ ഫൗണ്ട് ഇൻ ദ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ്. ഏതെങ്കിലും ഒരെണ്ണേ ഒരു ഫ്ലവറിൽ കാണുള്ളൂ. ഒന്നിൽ ഇപ്പോൾ ആൻഡ്രീഷ്യം കാണും, മറ്റേതിൽ ഗൈനീഷ്യം ആയിരിക്കും കാണുന്നത്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒന്ന് കാണുള്ളൂ. അവയാണ് നമ്മൾ ഏകലിംഗ പുഷ്പങ്ങൾ അല്ലെങ്കിൽ യുണീസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി പറയാം. ദ ഫ്ലവേഴ്സ് വിച്ച് പോസസ് ഈതർ ആൻഡ്രീഷ്യം ഓർ ഗൈനീഷ്യം ആർ യുണീസെക്ഷൽ ഫ്ലവർ. കേസരപുടവും ജനിപുടവും ഏതെങ്കിലും ഒന്ന് മാത്രം കാണപ്പെടുന്ന പൂക്കളെയാണ്, രണ്ടും ഒരുമിച്ച് ഏതെങ്കിലും ഒരെണ്ണം മാത്രം കാണപ്പെടുന്നതിനാണ് ഏകലിംഗ പുഷ്പങ്ങൾ അല്ലെങ്കിൽ യുണീസെക്ഷൽ ഫ്ലവർ എന്ന് വിളിക്കുന്നത്. ഇനി ബൈസെക്ഷൽ ഫ്ലവർ എന്ന് വെച്ചാൽ ആ ഫ്ലവറിൽ രണ്ട് ഭാഗങ്ങളുണ്ടാവും. ഓക്കെ, ആൻഡ്രീഷ്യം ഉണ്ടാവും, ഗൈനീഷ്യം ഉണ്ടാവും. ഒരു പൂവിൽ തന്നെ കേസരപുടവും ഉണ്ടാവും, ജനിപുടവും ഉണ്ടാവും. അത്തരം പൂക്കളെയാണ് ദ്വിലിംഗ അല്ലെങ്കിൽ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഒരെണ്ണത്തിൽ എന്താണ് ഏകലിംഗ അല്ലെങ്കിൽ യൂണിസെക്ഷനിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടോ, ഒന്നിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഭാഗങ്ങളുള്ളതായിരിക്കാം അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഭാഗങ്ങളുള്ളതായിരിക്കാം. ഓക്കെ, ബൈസെക്ഷനിൽ വരുമ്പോൾ രണ്ടും ഗൈനീഷ്യം ഉണ്ടാവും, അതുപോലെ തന്നെ ആൻഡ്രീഷ്യം ഉണ്ടാവും. അതായത് ജനിപുടം ഉണ്ടാവും, കേസരപുടം ഉള്ളതായിരിക്കും ബൈസെക്ഷൽ എന്ന് വിളിക്കുന്നത്. ഇനി അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് കൊടുത്തിരുന്നത്. യൂണിസെക്ഷനിൽ എന്താണ് ബിറ്റർ ഗാർഡ്, അതായത് ഏതെങ്കിലും ഒരെണ്ണേ കാണും,
കാണുള്ളൂ. അതുപോലെ കുക്കമ്പർ വരുന്നുണ്ട്, പപ്പായ വരുന്നുണ്ട്, അതുപോലെ പംകിൻ വരുന്നുണ്ട്. ഇനി അതുപോലെ ബൈസെക്ഷനിലാണെങ്കിൽ ഷൂ ഫ്ലവർ, റോസ്, ലില്ലി, ലേഡീസ് ഫിംഗർ ഒക്കെയാണ് എക്സാമ്പിൾ. അല്ല ബൈസെക്ഷൻ എന്ന് വെച്ചാൽ ബോത്ത് രണ്ടും വരും, ബോത്ത് രണ്ടും കാണാൻ സാധിക്കും. ഓക്കെ, ഇതിനകത്ത് എന്താണ് ഏതെങ്കിലും പറഞ്ഞാൽ ഒന്നിൽ ഗൈനീഷ്യോ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം ആൻഡ്രീഷ്യോ ആയിരിക്കാം. ഓക്കെ, സെറ്റല്ലേ? സെറ്റല്ലേ? ഇനി അടുത്തത് മെയിൽ ആൻഡ് ഫീമെയിൽ പ്ലാന്റ്സ്. അതായത് ആൺ സസ്യങ്ങളും ഉണ്ട്, പെൺ സസ്യങ്ങളും ഉണ്ട്. നമ്മൾ ആണ് പെണ്ണെന്ന് പറയുന്ന പോലെ ഈ പറയുന്ന സസ്യങ്ങളിലും ആൺ സസ്യമെന്നും പെൺ സസ്യമെന്നും ഉണ്ട്. ആൺപൂക്കൾ മാത്രം, അതായത് ഈ പറയുന്ന ദർ ഇസ് എ പ്ലാന്റ്സ് വിത്ത് ഓൺലി മെയിൽ ഫ്ലവേഴ്സ് മാത്രം കാണപ്പെടുന്നതുണ്ട്, പെൺപൂക്കൾ അതല്ലെങ്കിൽ ഫീമെയിൽ ഫ്ലവേഴ്സ് മാത്രം കാണപ്പെടുന്നതുണ്ട്. ഓക്കെ, പ്ലാന്റ്സ് വിത്ത് ഓൺലി മെയിൽ ഫ്ലവേഴ്സ്, അതായത് മെയിൽ ഫ്ലവേഴ്സ് മാത്രമുള്ളൂ, അതായത് ആൺപൂക്കൾ മാത്രമുള്ളൂ എങ്കിൽ അതിനെ മെയിൽ പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നു. ഇനി പെൺപൂക്കൾ ഫീമെയിൽ ഫ്ലവേഴ്സ് മാത്രമുള്ളെങ്കിൽ അവരെ ഫീമെയിൽ പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കാട്ടോ, അതായത് ഫ്ലവേഴ്സ് തമ്മിൽ ഡിഫറൻസ് പറഞ്ഞിരുന്നു. ചില ഫ്ലവേഴ്സിൽ എന്താണ് ഈ പറയുന്ന പെൺ പ്രത്യുൽപാദന ഭാഗങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ചില ഫ്ലവേഴ്സിൽ എന്താണ് ആൺ പ്രത്യുൽപാദന ഭാഗങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു പ്ലാന്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് പെൺ പൂക്കൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അതെന്താണ് ഫീമെയിൽ പ്ലാന്റ്സ് ആണ്. ഓക്കെ, ഇനി അതിനകത്ത് ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്, അത് മാത്രമുള്ളെങ്കിൽ എന്താണ് മെയിൽ പ്ലാന്റ്സ് ആണെന്ന് പറയാൻ പറ്റും. അതാണ് കൊടുത്തിരുന്നത്. ആൺപൂക്കൾ മാത്രമുള്ള സസ്യങ്ങളെ ആൺ സസ്യങ്ങൾ എന്നും, പ്ലാന്റ്സ് വിത്ത് ഓൺലി മെയിൽ ഫ്ലവേഴ്സ് ഓൺലി കോൾഡ് മെയിൽ പ്ലാന്റ്സ് എന്നും, പ്ലാന്റ്സ് വിത്ത് ഫീമെയിൽ ഫ്ലവേഴ്സ് ഓൺലി ആർ കോൾഡ് ഫീമെയിൽ പ്ലാന്റ്സ് എന്നും വിളിക്കുന്നു. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അതായത് പെൺപൂവാണുള്ളതെങ്കിൽ അതെന്താണ് പെൺ സസ്യം എന്നും, ആൺപൂവാണുള്ളെങ്കിൽ ആൺ സസ്യം എന്നും പറയുന്നു. ഇനി ഡയേഷ്യസ് ആണ് മോണേഷ്യസ് പ്ലാന്റ്. അതായത് എന്ന് വെച്ചാൽ ഏകലിംഗ സസ്യങ്ങളും ദ്വിലിംഗ സസ്യങ്ങളും. അതായത് ഇഫ് ദ മെയിൽ ഫ്ലവേഴ്സ് ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ ഫൗണ്ട് ഇൻ ഡിഫറെൻറ്റ് പ്ലാന്റ്സ് സച്ച് പ്ലാന്റ് ആർ കോൾഡ് ഡയേഷ്യസ് പ്ലാന്റ്സ്. അതായത് പെൺപൂക്കളും അതുപോലെ തന്നെ ആൺപൂക്കളും വെവ്വേറെ സസ്യങ്ങളിലാണ് കാണപ്പെടുന്നതെങ്കിൽ അത്തരം സസ്യങ്ങളെയാണ് ഏകലിംഗ സസ്യങ്ങൾ എന്ന് വിളിക്കുന്നത്. അതായത് പെൺപൂക്കളും ആൺപൂക്കളും ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾ ഈ പറഞ്ഞ ജാതിക്കയുടെ ഒക്കെ കേസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ജാതിക്ക, ഓക്കെ, ജാതിക്ക എന്നൊക്കെ പറയും, ഇത് ആൺജാതിക്കയാണ് കേട്ടോ, അല്ലെങ്കിൽ ഇത് ആൺപപ്പായാണ് കേട്ടോ, ഇത് പെൺപപ്പായാണ് കേട്ടോ, ഇത് പെൺജാതിയാണെന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാണ് സംഭവം കേട്ടോ. അതായത് ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ കാണുന്ന സസ്യങ്ങൾ, അതായത് ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ സസ്യങ്ങളാണ് കാണുന്നതെങ്കിൽ അത്തരം സസ്യങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? ഏകലിംഗ സസ്യങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിന് ഉദാഹരണമാണ് ഈന്തപ്പന, കുടംപുളി, ജാതി, പപ്പായൊക്കെ. ഓക്കെ, അതായത് രണ്ടും രണ്ട് പ്ലാന്റ്സിലായിരിക്കും. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്. ഇനി മൊണേഷ്യസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സസ്യത്തിൽ തന്നെ ആൺപൂക്കളും ഉണ്ടാവും പെൺപൂക്കളും ഉണ്ടാവും. ഓക്കെ, അതായത് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ സെയിം ഫ്ലവേഴ്സ്. ഒരു പ്ലാന്റിൽ തന്നെ എന്താണ് അതിനകത്ത് ആൺപൂക്കളും ഉണ്ടാവും പെൺപൂക്കളും ഉണ്ടാവും. അവയാണ് നമ്മൾ ദ്വിലിംഗ സസ്യങ്ങൾ അല്ലെങ്കിൽ മോണോഷ്യസ് പ്ലാന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? സെറ്റിൽ ഉദാഹരണമായിട്ട് വെള്ളരി ഉണ്ട്, മത്തനുണ്ട്, കുമ്പളം, പടവലം, തെങ്ങ് തുടങ്ങിയവയാണ് എക്സാമ്പിളായിട്ട്. കുറച്ച് 2-3 എക്സാമ്പിൾ പഠിച്ചു കേട്ടോ. ഇനി പോളിനേഷൻ, നിങ്ങൾ സാധാരണ സിനിമകളിലൊക്കെ കണ്ടിരണം. പോളിനേഷൻ എന്താണെന്ന് വെച്ചാൽ നിശ്ചയം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു മഞ്ജു വാര്യരുടെ ഡയലോഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ പോളിനേഷൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ: ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദ ആന്തർ ടു ദ സ്റ്റിഗ്മ. അതായത് പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്തേക്ക് പതിക്കുന്നതിനെയാണ് പരാഗണം എന്ന് വിളിക്കുന്നത്. അത് കുറച്ചും കൂടി എളുപ്പമായിട്ട് മിസ് ഒരു വീഡിയോ കാണിക്കാം കേട്ടോ. അതായത് ഇത് ഓക്കെ, വീഡിയോ ഇതാവുന്നില്ല കേട്ടോ. ഇത് നമ്മുടെ ഒരു പ്രാണിയാണ്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഇത് മെയിൽ ഫ്ലവർ ആണെന്ന് വിചാരിക്കാം. മെയിൽ ഫ്ലവർ, അതായത് ആൺ ഫ്ലവർ ആണെന്ന് വിചാരിക്കാം. ഇവിടെ നിന്ന് പോളൻ ഗ്രെയിൻസ്, ഇവിടെ എന്തുണ്ട്? പോളൻ ഗ്രെയിൻസ് ഉണ്ട്. ഈ പോളൻ ഗ്രെയിൻസിനെ നമ്മുടെ ഈ പറയുന്ന പ്രാണി, ഈ പോളൻ ഗ്രെയിൻസ് കണ്ടാടാ, ഈ പോളൻ ഗ്രെയിൻസ് ഇവിടെ നിറയെ പോളൻ ഗ്രെയിൻസ് ഉണ്ട്, ഇവിടെയൊക്കെ നിറയെ പോളൻ ഗ്രെയിൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ പറയുന്ന വല്ല പൂമ്പാറ്റയോ അല്ലെങ്കിൽ വല്ല പ്രാണികളോ തേൻ കുടിക്കാൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന പൂമ്പൊടി അവരുടെ കാലിൽ പറ്റുന്നുണ്ട്. കാലിൽ പറ്റിയിട്ട് അതിങ്ങനെ പറന്ന് അടുത്ത പെൺപൂവിലേക്ക് ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ ഈ പൂമ്പൊടി കൊണ്ടുപോയിട്ട് എന്താണ് അടുത്ത ഫ്ലവറിൽ കൊണ്ടുപോയി ഇടുന്നുണ്ട്. ഓക്കെ, അതായത് ഇവിടുത്തെ ആ ഒരു പൂമ്പൊടി പോളൻ ഗ്രെയിൻസ് കൊണ്ടുപോയിട്ട് ഇവിടുത്തെ ഇപ്പുറത്തെ ഫ്ലവറിലെ സ്റ്റിഗ്മയിൽ കൊണ്ടുപോയി ഇടുന്നുണ്ട്, അല്ലെങ്കിൽ പരാഗണ സ്ഥലത്ത് കൊണ്ടുപോയി ഇടുന്നുണ്ട്. പോളൻ ഗ്രെയിൻസിനെ മലയാളത്തിൽ എന്താ വിളിക്കുന്നത്? പരാഗണ രേണുക്കൾ കേട്ടോ. പരാഗണ രേണുക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന പരാഗണ സ്ഥലത്ത് കൊണ്ട് നിക്ഷേപിക്കുന്നത്. ഈ ഒരു പ്രോസസ്സിനെയാണ് പോളിനേഷൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഈ ഒരു പ്രോസസ്സിനെയാണ് പോളിനേഷൻ എന്ന് വിളിക്കുന്നത്. കണ്ടാ, പറന്നുപോയി അതിനടുത്ത ഫ്ലവറിൽ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പൂമ്പൊടി കൊണ്ടുപോയിട്ട് ഇടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതായത് ഒരു സ്ഥലത്ത് നിന്ന് ഈ പറയുന്ന പരാഗരേണുക്കൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോളൻ ഗ്രെയിൻസ് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഇടുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? പോളിനേഷൻ എന്ന് വിളിക്കുന്നത്. ഇത് ഓക്കെ അല്ലേ? ഇത് സെറ്റ് അല്ലേ? ഓക്കെ, ഇത് പോളിനേഷൻ കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പോളിനേഷൻ കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സാണ്. അതായത് ഒരു ഫ്ലവറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് കൊണ്ടുപോയിട്ട് നേരെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ഈ ഒരു സ്റ്റിഗ്മയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പരാഗണ സ്ഥലത്ത് കൊണ്ടുപോയി ഇടുന്നുണ്ട്. ഒന്നുകൂടി വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ചോ.
ഓക്കെ, അതായത് ഇവിടെ വേറൊരു സ്ഥലത്ത് നിന്ന്, അതായത് പ്രാണി ഇങ്ങനെ വരികയാണ്. അപ്പോൾ അതായത് പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ പരാഗണ രേണുക്കൾ കൊണ്ടിട്ടാണ് ആ പ്രാണി വന്നിരിക്കുന്നത്. ആ പ്രാണി നേരെ വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു, പോളൻ ഗ്രെയിൻസ് ഇടുന്നു. അപ്പോൾ ഒരു ട്യൂബ്, പോളൻ ട്യൂബ് വരുന്നുണ്ട്. ഈ പോളൻ ട്യൂബ് നേരെ എന്താണ് ഈ പറയുന്ന മെയിൽ ഗ്യാമീറ്റിനെയും കൊണ്ടിട്ട് നേരെ ഈ പറയുന്ന ഓവറിയിലേക്ക് വരുന്നു. ഓവറിയിലേക്ക് കയറി കഴിയുമ്പോൾ എന്താണ്, ഒവ്യൂളിലേക്ക് കയറുന്നു. ഓക്കെ, ഓവറിയിലേക്ക് കയറി നേരെ അതിനുള്ള ഉള്ളിലുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. ഫ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതെന്താണ്, വിത്തായിട്ട് മാറുകയും അതുപോലെ തന്നെ ഫ്രൂട്ടായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ അടുത്ത് പഠിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പഠിക്കും. ജസ്റ്റ് പോളിനേഷൻ എന്താണെന്ന് മാത്രം പഠിച്ചു വെച്ചത്. പോളിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലവറിൽ നിന്നിട്ട് പോളൻ ഗ്രെയിൻസ് മറ്റൊരു ഫ്ലവറിലേക്ക് കൊണ്ടുപോയിടുന്നതിനെ വിളിക്കുന്ന പേരാണ് പോളിനേഷൻ എന്ന് വിളിക്കുന്നത്. ഈ പോളിനേഷൻ സഹായിക്കുന്ന ആൾക്കാരാണ് ആനിമൽസ് ഉണ്ട്, ഇൻസെക്റ്റ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ വേറെ ഏജൻസ്. അതായത് ഈ പറയുന്ന പോലെ കാറ്റായിക്കോട്ടെ, മഴയായിക്കോട്ടെ, അതൊക്കെ വഴി എന്താണ് ഈ പോളൻ ഗ്രെയിൻസ് അനങ്ങിയിട്ട് മറ്റൊരു ഫ്ലവറിലെ സ്റ്റിഗ്മയിൽ അല്ലെങ്കിൽ പരാഗണ സ്ഥലത്ത് വന്ന് വീഴുന്നുണ്ട്. അതൊക്കെ എന്താണ്, പോളിനേഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പരാഗണത്തിനായിട്ട് സഹായിക്കുന്ന പ്രാണികളോ പക്ഷി മൃഗാദികളോ മറ്റു എന്താണ് അജൈവിക ഘടകങ്ങളോ ഉദ്ദേശിക്കുന്നത് കാറ്റ്, മഴയൊക്കെയാണ് കേട്ടോ. അതും എന്താണ് ഈ പറയുന്ന പരാഗണകാരികൾക്ക് എക്സാമ്പിൾ ആണ്. അപ്പോൾ പൂക്കളുടെ കൂട്ടുകാരെന്ന് വിളിക്കുന്നത് ശരിക്കും എന്താണ്, വണ്ടായിക്കോട്ടെ, ബട്ടർഫ്ലൈ ആയിക്കോട്ടെ, കിളികളായിക്കോട്ടെ, അവയൊക്കെ എന്താ ചെയ്യുന്നത്, ശരിക്കും പോളിനേഷൻ നടത്തുകയേ ചെയ്യുന്നത്, അല്ലെ പരാഗണം നടത്തുകയേ ചെയ്യുന്നത്. അവിടേക്കടെ പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ ഈ പരാഗണ രേണുക്കൾ മറ്റൊരു ഫ്ലവറിൽ കൊണ്ട് ഇടുകയാണ് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് പോളിനേഷൻ എന്ന് വിളിക്കുന്നത്. കണ്ടോ, നമ്മുടെ ഈ പറയുന്ന കിളി എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്ന് തേൻ വലിച്ചു കുടിക്കുന്നുണ്ട്. തേൻ വലിച്ചു കുടിക്കുന്നതിനൊപ്പം എന്താണ്, പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ പരാഗണ രേണുക്കൾ ഇവയുടെ ചുണ്ടിൽ പറ്റിപ്പിടിക്കുന്നുണ്ട്. അത് അടുത്ത ഫ്ലവറിൽ പോയിരിക്കുമ്പോൾ ആ പോളൻ ഗ്രെയിൻസ് അവിടെ വീഴുന്നുണ്ട്. അതാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് പോളിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഈ പറഞ്ഞ കുരുമുളകിലൊക്കെ പോളിനേഷൻ നടക്കുന്ന വെള്ളം വീണിട്ട് ഇതിൻ്റെ ഈ പറയുന്ന പൂമ്പൊടിയാണെങ്കിൽ വേറെ ഫ്ലവറിൽ ചെന്ന് പോയിട്ട് അത് ചെന്നിരിക്കുന്നുണ്ട്. ഇനി ഈ പറയുന്ന പാടത്ത് നമ്മുടെ ഈ പറഞ്ഞ റൈസിലൊക്കെ ആണെങ്കിൽ, നെല്ലിലൊക്കെ ആണെങ്കിൽ കാറ്റ് വഴിയാണ്. കാര്യം അത് ഭയങ്കര ഭാരം കുറഞ്ഞതാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, പരാഗരേണുക്കൾ അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് കാറ്റ് വഴി പറന്ന് പോളിനേഷൻ നടത്തുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ പ്രാണി വേണമെന്നോ അല്ലെങ്കിൽ കിളി വേണമെന്നോ നിർബന്ധമില്ല. ചിലവിലൊക്കെ, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുരുമുളകിലായിക്കോട്ടെ അല്ലെങ്കിൽ നെല്ലിലായിക്കോട്ടെ, അതിലൊക്കെ ഈ പറഞ്ഞ കിളികൾ വഴിയിട്ടല്ല അല്ലെങ്കിൽ പ്രാണികൾ വഴിയിട്ടല്ല, അല്ലെ ബട്ടർഫ്ലൈ വഴിയിട്ടല്ല പോളിനേഷൻ നടക്കുന്നത്, അതല്ലാതെയും നടക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മുടെ നെല്ലിൻ്റെ ആ ഒരു ചെടി. ഇനി സെൽഫ് പോളിനേഷൻ, പോളിനേഷനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള പോളിനേഷനാണുള്ളത്. സെൽഫ് പോളിനേഷൻസ് ഉണ്ട്, ക്രോസ് പോളിനേഷൻ ഉണ്ട്. സെൽഫ് പോളിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൂവിലെ പരാഗരേണുക്കൾ അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് അതേ പൂവിൽ തന്നെയുള്ള പരാഗണ സ്ഥലത്ത് അതേ ചെടിയിൽ മറ്റൊരു പൂവിലാണ് കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതെങ്കിൽ അതിനെ സ്വപരാഗണം എന്ന് വിളിക്കുന്നു. അതായത് ഒരു പോളൻ ഗ്രെയിൻസ് ആ ചെടി തന്നെയുള്ള വേറൊരു പൂവിലാണ് നിക്ഷേപിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ സെൽഫ് പോളിനേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇനി ക്രോസ് പോളിനേഷൻ എന്ന് വെച്ചാൽ ഒരു പൂവിൽ നിന്നുള്ള പരാഗണ രേണുക്കൾ അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് വേറൊരു ചെടിയിൽ ഒരു ഫ്ലവറിൽ കൊണ്ടിട്ടാണ് നിക്ഷേപിക്കുന്നത്. അതായത് ഇവിടെ ഒരു പപ്പായയുടെ മരം ഇരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഒരു പപ്പായയുടെ മരം ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പുറത്ത് അതായത് ഇതൊരു മെയിലാണ്, അതായത് ആൺ പപ്പായാണ്. ഇവിടെ പെൺ പപ്പായ ഇരിക്കുന്നുണ്ട്, അതായത് ഫീമെയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പൂവിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് ഏതെങ്കിലും ബട്ടർഫ്ലൈയോ അല്ലെങ്കിൽ ഏതെങ്കിലും കിളിയോ കൊണ്ടുപോയിട്ട് ഈ ഒരു ഫീമെയിൽ ആയിരിക്കുന്ന പപ്പായ മരത്തിൽ അല്ലെങ്കിൽ ആ പപ്പായയിൽ ഉണ്ടാകുന്ന ഫ്ലവറിൽ കൊണ്ടുപോയിടുന്നതിനെയാണ് എന്ത്, ക്രോസ് പോളിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെൽഫ് പോളിനേഷൻ എന്ന് വെച്ചാൽ ആ പ്ലാന്റിൽ തന്നെയുള്ള, ആ പ്ലാന്റിൽ എന്തുണ്ടാവും, ഫീമെയിൽ ഫ്ലവറും ഉണ്ടാവും, മെയിൽ ഫ്ലവറും ഉണ്ടാവും. അപ്പോൾ മെയിൽ ഫ്ലവറിൽ നിന്ന് ഫീമെയിൽ ഫ്ലവറിലേക്ക് ആ ഫ്ലവറിൽ തന്നെ വന്ന് വീഴുന്നതിനെയാണ് എന്ത്, സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത്. ക്രോസ് പോളിനേഷൻ വേറൊരു പ്ലാന്റിലായിരിക്കും കേട്ടോ, മറ്റേത് ഒരേ പ്ലാന്റിൽ തന്നെ ആയിരിക്കും. ഇതെന്താണ്, വേറൊരു പ്ലാന്റിലായിരിക്കും. ക്രോസ് പോളിനേഷൻ ഇസ് എ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദ വൺ ഫ്ലവർ ടു ദ സ്റ്റിഗ്മ ഓഫ് ദ ഫ്ലവർ ടു അനദർ പ്ലാന്റ് ഓഫ് ദ സെയിം സ്പീഷീസ്. അതായത് ആ സ്പീഷീസിലുള്ള മറ്റൊരു പ്ലാന്റിലേക്ക് ഇവിടുത്തെ പോളൻ ഗ്രെയിൻസിനെ ഈ സ്റ്റിഗ്മയിലേക്ക് കൊണ്ടുപോകുന്നതിനെയാണ് ക്രോസ് പോളിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കണ്ടോ, ക്രോസ് പോളിനേഷൻ ഇവിടെ നിന്ന് വേറൊരു പ്ലാന്റിൽ കൊണ്ടിടുന്നുണ്ട് കേട്ടോ. ഇനി ആഫ്റ്റർ പോളിനേഷൻ, പരാഗണത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. പരാഗണത്തിന് ശേഷം, പരാഗണം എന്താണെന്ന് വെച്ചാൽ എന്താ, വേറൊരു സ്ഥലത്ത് വേറൊരു ഫ്ലവറിൽ നിന്നിട്ട് മെയിൽ ഗ്യാമേറ്റിനെ, അതായത് ഈ പറയുന്ന പോളൻ ഗ്രെയിൻസിനെ കൊണ്ടുപോയിട്ട് സ്റ്റിഗ്മയെ കൊണ്ടുപോയിടുന്നതിനാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. സ്റ്റിഗ്മയെ കൊണ്ട് ഇട്ട് കഴിയുമ്പോൾ ഇവിടെ രണ്ട് ഗ്യാമേറ്റ് വന്ന് വീണെന്ന് ചോദിച്ചോ, ഇവിടെ ഇരിക്കുന്ന ഈ പോളൻ ഗ്രെയിൻസിന് താഴേക്ക് ഒരു പോളൻ ട്യൂബ് ഇങ്ങനെ ഫോം ചെയ്യും. ഈ പോളൻ ട്യൂബ് ഫോം ചെയ്ത് ഈ ഓവറിയിലേക്ക് വന്ന് ചേരും. ഓക്കെ, ഈ പോളൻ ട്യൂബിലേക്ക് എന്താണ്, ഈ പറയുന്ന ഗ്യാമേറ്റുകൾ ഇറങ്ങി വന്ന് ഓവറിയായിട്ട് ഫ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ അണ്ടാശയമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. മലയാളം മീഡിയം ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ പരാഗണ രേണു വന്നിട്ട് ഇവിടെ ഇരിക്കുന്നു, പരാഗണ സ്ഥലത്ത് വന്ന് വീഴുന്നു. അപ്പോൾ എന്താണ്, ഒരു പരാഗണ നാളി, അതായത് നാളി ഇങ്ങനെ ഫോം ചെയ്യുന്നു.
ഒരു നാളി ഇങ്ങനെ ഫോം ചെയ്യുന്നു. ആ നാളി ഫോം ചെയ്യുമ്പോൾ എന്താണ്, ആ നാളിയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്യാമീറ്റുകൾ, ഓക്കെ, ഗ്യാമീറ്റുകൾ, ഈ ബീജം എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന അണ്ഡാശയത്തിലേക്ക് കടക്കുന്നുണ്ട്. അതാണ് ആഫ്റ്റർ പോളിനേഷൻ നടക്കുന്നത്. അപ്പോൾ പറയാം, ആഫ്റ്റർ പോളിനേഷൻ ദ പോളൻ ഗ്രെയിൻസ് ഗ്രോ ത്രൂ ദ സ്റ്റൈൽ ടുവേർഡ്സ് ദ ഓവർ ഇൻ ദ ഫോം ഓഫ് ട്യൂബ്. അതായത് പരാഗണത്തിന് ശേഷം പരാഗണ രേണു എന്താണ്, ജനിതണ്ടിലൂടെ അണ്ഡാശയത്തിലേക്ക് ഒരു നാളി പോലെ വളരുന്നു. അതിനുശേഷം അതിനകത്ത് എന്താണ്, മെയിൽ ഗ്യാമീറ്റ് നേരെ ഓവറിയിലേക്ക് അല്ലെ അണ്ഡാശയത്തിലേക്ക് എത്തിച്ചേരുന്നു. എന്നിട്ട് അണ്ഡവുമായി കൂടിച്ചേർന്ന് സൈഗോട്ട് ഉണ്ടാകുന്നു. അണ്ഡവുമായി കൂടിച്ചേർന്ന് എന്തുണ്ടാകുന്നു, സൈഗോട്ട് ഉണ്ടാകുന്നു. ഈ സൈഗോട്ട് ഉണ്ടാകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജസങ്കലനം എന്ന് വിളിക്കുന്നത്. മക്കളെ ഒന്നുകൂടി പിക്ചർ ഒന്ന് നോക്കിക്കോട്ടോ. അതായത് നോക്കിക്കേ, അതായത് ഇവിടെ വന്ന് പോളൻ ഗ്രെയിൻസ് വീണു, ഇവിടെ വന്ന് പരാഗരേണുക്കൾ വീണു. പരാഗരേണുക്കൾ വീഴുമ്പോൾ എന്താണ്, അവിടെ ഒരു പോളൻ ട്യൂബ് ഫോം ചെയ്യും, അല്ലെങ്കിൽ നാളി ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നാളിയിലൂടെ എന്താണ് ഈ പറയുന്ന ഇതിൻ്റെ ഉള്ളിലുള്ള ഗ്യാമീറ്റുകൾ അകത്തേക്ക് കടക്കുന്നു. അകത്തേക്ക് എങ്ങോട്ടേക്കാണ് പോകുന്നത്, ഓവറിയിലേക്ക് കടക്കുന്നു. ഓക്കെ, ഓവറിയിലേക്ക് കടന്നിട്ട് ആ ഗ്യാമീറ്റ് നമ്മുടെ ഓവറിയായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് എന്തുണ്ടാവുന്നുണ്ട്, സൈഗോട്ട് ഉണ്ടാവുന്നുണ്ട്, സിക്താണ്ഡം ഉണ്ടാവുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെയാണ് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജസങ്കലനം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടോളൂ, കണ്ടോ, പ്രാണി ഇവിടെ നിന്ന് പോളൻ ഗ്രെയിൻസ് പെറുക്കാനായിട്ട് പോയിക്കാണ്. ആ പോളൻ ഗ്രെയിൻസ് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ പറയുന്ന ഈ ചെടിയിലിടും. ഓക്കെ, ഈ ചെടിയിലിടും, കണ്ടോ, ഈ ചെടിയിലിട്ടു. അപ്പം തന്നെ എന്താണ്, പോളൻ ട്യൂബ് ഫോം ചെയ്തു, നാളി ഫോം ചെയ്ത് നേരെ എങ്ങോട്ടേക്ക് വന്നു, അണ്ഡാശയത്തിലേക്ക്. ഓക്കെ, അണ്ഡാശയത്തിലേക്ക്, അതായത് ഈ സ്റ്റൈലിലൂടെ ജനിതണ്ടിലൂടെ ആ ഗ്യാമേറ്റ് നേരെ വന്ന് ഓവറിയിൽ വീഴുന്നു. ഓവറിയിൽ വന്ന് വീഴുമ്പോൾ എന്താണ്, അതായിട്ട് ഫ്യൂസ് ചെയ്യുന്നു, അതായിട്ട് കൂടിച്ചേരുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. കൂടിച്ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിത്തായിട്ട് മാറുന്നുണ്ട്, അതായത് ഓവറി ഫ്രൂട്ടായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ഒവ്യൂൾ അതിൻ്റെ ഉള്ളിലെ സീഡായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, പിന്നെ വിത്തായിട്ട് മാറി വീണ്ടും എന്താണ്, മരമായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ആഫ്റ്റർ പോളിനേഷൻ അല്ലെങ്കിൽ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ, പോളിനേഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജസങ്കലനത്തിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഈ സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറുന്നു. സൈഗോട്ട് എന്താണ്, എംബ്രിയോ ആയിട്ട് മാറുന്നു. ഒവ്യൂള് സീഡായിട്ട്, വിത്തായിട്ട് മാറുന്നു. ഓവറി എന്താണ്, നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ടായിട്ട് മാറുന്നു. ഇങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം സംഭവിക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി പറയാം. അതായത് ശ്രദ്ധിച്ചിരിക്കുക, കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രാണി പോളൻ ഗ്രെയിൻസിനെ എടുത്തുകൊണ്ട് വരികയാണ്. അതായത് പരാഗരേണുക്കളെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഈ പറയുന്ന ഈ ഒരു ഫ്ലവറിൽ കൊണ്ട് ഇടാൻ പോവുകയാണ്. ഫ്ലവറിൽ കൊണ്ട് ഇട്ട് കഴിയുമ്പോൾ എന്താണ്, അവിടെ നിന്ന് പോളൻ ട്യൂബ് ഫോം ചെയ്യും. പോളൻ ട്യൂബിലൂടെ എന്താണ്, മെയിൽ ഗ്യാമേറ്റ് അകത്തേക്ക് കടക്കുന്നു. അത് നേരെ ഓവറിയായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. നേരെ ഇവിടെയുള്ള ഓവറിയായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. അത് എന്തുണ്ടാവുന്നു, സൈഗോട്ട് ഉണ്ടാവുന്നു. ഓവറിയായിട്ട് ഫ്യൂസ് ചെയ്യുന്നു, നേരെ സൈഗോട്ട് ഉണ്ടാവുന്നു. ഈ ഒരു പ്രോസസ്സിനെ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നു. സൈഗോട്ട് എന്തായിട്ട് മാറും, എംബ്രിയോ ആയിട്ട് മാറും. ഓവറി എന്തായിട്ട് മാറും, ഫ്രൂട്ടായിട്ട് മാറും. ഒവ്യൂൾ എന്തായിട്ട് മാറും, സീഡായിട്ട് മാറും. അതാണ് സംഭവിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതേ കണ്ടോ, യെസ്. അപ്പോൾ പെറ്റൽസ് ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ദളങ്ങൾ കൊഴിഞ്ഞു പോകുന്നുണ്ട്. സെപ്പൽസ്, ഈ പറയുന്ന ഫ്ലവറിൽ നിന്നിട്ടാണ് പിന്നീട് അത് ഫ്രൂട്ടായിട്ട് മാറുന്നത് കേട്ടോ. സെപ്പൽസും കൊഴിഞ്ഞു പോകുന്നുണ്ട്. പെഡിസെൽ എന്താണ്, അതിനെ ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട് മാറിയിട്ട് പിന്നെ ആ ഫ്രൂട്ടല്ല ഫ്ലവർ മാറിയിട്ട് ഫ്രൂട്ടിനെ ഇങ്ങനെ താങ്ങി നിർത്തണം. അതുകൊണ്ട് പെഡിസെൽ അങ്ങനെ തന്നെ ഉണ്ടാവും. സ്റ്റേമൻ സ്റ്റൈൽ സ്റ്റിഗ്മ ഇവയൊക്കെ എന്താണ്, കൊഴിഞ്ഞു പോകുന്നുണ്ട്. സൈഗോട്ട് എന്തായി മാറുന്നുണ്ട്, ഭ്രൂണമായിട്ട് മാറുന്നുണ്ട്, അല്ലെങ്കിൽ എംബ്രിയോ ആയിട്ട് മാറുന്നു. ഓവറി ഫ്രൂട്ടായിട്ട് മാറുന്നു. ഒവ്യൂള് വിത്തായിട്ട് മാറുന്നുണ്ട്. ഇതാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി ഫ്രൂട്ട്സ്, അതായത് ഫലങ്ങൾ. നിങ്ങൾക്ക് ഓൾറെഡി ഇഷ്ടമുള്ള കാര്യമാണ് ഫ്രൂട്ട്സ് എന്നൊക്കെ പറയുന്നത് അല്ലേ. ബിറ്റർ ഗാർഡിൻ്റെ ഫ്ലവറിൻ്റെ കാര്യമൊക്കെ കൊടുത്തിട്ട് ഫ്രൂട്ട്സ് എന്നൊക്കെയാണ് ഹെഡിങ് കൊടുത്തേക്കണം, മിസ് എന്നൊക്കെ ചോദിക്കുന്നത് അല്ലേ. ഓക്കെ, അങ്ങനെ ഈ ഓവറി ഡെവലപ്പ് ആയിട്ടാണ് നമ്മൾ ഇൻറ്റു ഫ്രൂട്ട് ആഫ്റ്റർ ദ ഫെർട്ടിലൈസേഷൻ. ബീജസങ്കലനത്തിന് ശേഷം അണ്ഡാശയം വളർന്നിട്ടാണ് ഫ്രൂട്ടായിട്ട് മാറുന്നത്. ഓക്കെ, ഈ ഫ്രൂട്ട് ഈസ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻറ്റു 3 മെയിൻ ടൈപ്പ്. അതായത് 3 ടൈപ്പിൽ ഇതിൻ്റെ ഒറിജിൻ അനുസരിച്ച് നമ്മുടെ പഴങ്ങളെ എന്തായിട്ടുണ്ട്, തരംതിരിച്ചിട്ടുണ്ട്. ആദ്യത്തെയാണ് സിമ്പിൾ ഫ്രൂട്ട്. സിമ്പിൾ ഫ്രൂട്ട് എന്ന് വെച്ചാൽ ഒരു പൂവിൻ്റെ ഒരു അണ്ഡാശയത്തിൽ നിന്ന് രൂപം കൊള്ളുന്നതിനാൽ ഒരു ഓവറിൽ നിന്ന് ഫോം ചെയ്യുന്നതിനെയാണ് സിമ്പിൾ ഫ്രൂട്ട്സ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണം, അതിനകത്ത് മാങ്ങയുണ്ട്, പയറുണ്ട്, തക്കാളിയുണ്ട്, ആപ്പിളൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി ഈ സിമ്പിൾ ഫ്രൂട്ട്സിനെ വീണ്ടും 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇതൊക്കെ സിമ്പിൾ ഫ്രൂട്ട്സിൻ്റെ എക്സാമ്പിൾ ആണ്. ഇതിനെ വീണ്ടും 2ആയിട്ട് തരംതിരിച്ചേക്കണം. ഫ്ലെഷി ഫ്രൂട്ട് എന്നും ഡ്രൈ ഫ്രൂട്ട് എന്നാണ് പറയുന്നത്. മാംസമുള്ള, അതായത് മാംസളമായിരിക്കുന്ന പഴങ്ങളെന്നും ഉണങ്ങിയ പഴങ്ങളെന്നും. ഓക്കെ, സിമ്പിൾ ഫ്രൂട്ട് എന്ന് വെച്ചാൽ എന്താ അർത്ഥം വരുന്നത്, ഒരു ഒറ്റ ഓവറിൽ നിന്ന് ഫോം ചെയ്തിരിക്കുന്നതാണ്. അതിന് എക്സാമ്പിൾ ആണ്, അതിനകത്ത് ഫ്ലഷിക്ക് വരുന്നതാണ് മാംഗോ, ടൊമാറ്റോ, ആപ്പിൾ, ബനാനയൊക്കെ. ഡ്രൈ ഫ്രൂട്ട്സിന് എക്സാമ്പിൾ ആണ് പീ, മസ്റ്റാർഡ് ഒക്കെ കേട്ടോ. വീറ്റൊക്കെ എന്നാണ് ഡ്രൈ ഫ്രൂട്ട്സിന് എക്സാമ്പിൾ. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി പറയാം, ഫ്രൂട്ട്സിന് നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒന്നാമത്തേതായിരുന്നു എന്ത്, സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. സിമ്പിൾ ഫ്രൂട്ട് എന്താണ്, ഒരൊറ്റ ഓവറിൽ നിന്ന് ഫോം ചെയ്തിരിക്കുകയാണ്. അതിനെ വീണ്ടും 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫ്ലഷി ഫ്രൂട്ട് എന്നും ഡ്രൈ ഫ്രൂട്ട്സ് എന്നും പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് അഗ്രിഗേറ്റീവ് ഫ്രൂട്ട്. അഗ്രിഗേറ്റീവ് ഫ്രൂട്ട് എന്ന് വെച്ചാൽ ഒന്നിലധികം അണ്ഡാശയത്തിൽ നിന്ന്, ഒന്നിലധികം ഓവറീസിൽ നിന്ന് ഫോം ചെയ്തിരിക്കുന്ന ഫ്രൂട്ടിനെയാണ് അഗ്രിഗേറ്റീവ്
ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഈച്ച് ഓവറി ഫോം സ്മോൾ ഫ്രൂട്ട്സ്. ഓരോ അണ്ടാശയത്തിലും ചെറിയ ചെറിയ ഫലങ്ങളായിട്ട് രൂപം കൊള്ളുന്നുണ്ട്. ഓരോ പഴങ്ങളിലും ഒരൊറ്റ തട്ടിൽ എന്താണ് ഒരൊറ്റ കൂട്ടമായിട്ട് കാണാൻ സാധിക്കും. ഉദാഹരണമാണ് സ്ട്രോബെറി ഉണ്ട്, അതുപോലെ റാസ്ബെറി ഉണ്ട്, കസ്റ്റാർഡ് സീതപ്പഴം കസ്റ്റാർഡ് ആപ്പിൾ ഉണ്ട്, അതുപോലെ തന്നെ ബ്ലാക്ക് ബെറി. ഇതൊക്കെ അതിന്റെ ഉദാഹരണങ്ങളാണ്. അതായത് കൊല പോലെ കാണാൻ സാധിക്കും. മൾട്ടിപ്പിൾ ആയിരിക്കുന്ന ഓവറീസിൽ നിന്ന് ഫോം ചെയ്തിരിക്കുന്ന ഫ്രൂട്ട്സ് കണ്ടോ. ഓക്കെ, ഇതാണ് സംഭവം കേട്ടോ. അതിൻ്റെ അടുത്തത് മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ കോമ്പോസൈറ്റ് ഫ്രൂട്ട്സ് എന്ന് പറയും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംയുക്ത ഫലങ്ങൾ എന്നാണ് മലയാളത്തിൽ വിളിക്കുന്നത്. ഒരു കൂട്ടം പൂക്കളിൽ നിന്ന് രൂപം കൊള്ളുന്ന പൂങ്കുലകളെ അങ്ങനെയാണ് ആ പൂങ്കുലകളിൽ നിന്ന്, അതായത് ഒരു കൂട്ടം പൂക്കളെ നമ്മൾ പൂങ്കുലകൾ അല്ലെങ്കിൽ ഇൻഫ്ലോറസൻസ് എന്നാണ് വിളിക്കുന്നത്. അതിൽ നിന്ന് ഫോം ചെയ്യുന്ന ഫ്രൂട്ട്സിനെയാണ് മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓരോ പൂവും ഓരോ ഫലം ഉൽപ്പാദിപ്പിച്ച് അവ ഒന്നിച്ചെന്താണ് ഒരുമിച്ചായിട്ട് മാറുന്നുണ്ട്. ഉദാഹരണമാണ് പൈനാപ്പിൾ, ജാക്ക് ഫ്രൂട്ട്. ചക്കേനെ കണ്ടിട്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ കുറേ ഫലങ്ങൾ കൂടി ചേർന്നിട്ടല്ലേ ഇരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് കൈതച്ചക്കയുണ്ട്, പ്ലാവുണ്ട്, അത്തിയുണ്ട്, ആഞ്ഞിലിച്ചക്ക കണ്ടിട്ടില്ലേ, ഒരു ഓറഞ്ച് കളർ, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. കണ്ടോ, ഇതാണ് കേട്ടോ. ഇതൊക്കെ എന്താണ് മൾട്ടിപ്പിൾ ഫ്രൂട്ട്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി സീഡ്ലെസ് ഫ്രൂട്ട്. അത് ചില ഫ്രൂട്ട്സിന് എല്ലാത്തിലും സീഡ് വേണമെന്ന് നിർബന്ധം ഉണ്ടാകും. ഇല്ല, ചില ഫ്രൂട്ട്സിനൊന്നും സീഡില്ല, വിത്തില്ലാത്തതുണ്ട്. അതിന് ഉദാഹരണമാണ് പൈനാപ്പിൾ, അതുപോലെ ബനാന. അപ്പോൾ ചില ഫ്രൂട്ട്സിനൊന്നും എന്താണ് സീഡ് ഇല്ലാത്തതുണ്ട്. ഇൻ സം കേസസ് ഓവറി ഡെവലപ്പ് ഇൻ ടു ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസർ. ചില സമയത്ത് ബീജസങ്കലനം നടക്കാതെ ചില സന്ദർഭങ്ങളിൽ അണ്ടാശയം അല്ല ഓവറി എന്തായിട്ട് മാറുന്നുണ്ട്, ഫ്രൂട്ടായിട്ട് മാറുന്നുണ്ട്, ഫലമായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ സീഡ് ഇല്ലാത്തത്. സച്ച് ഫ്രൂട്ട് ഈസ് ഡു നോട്ട് ഹാവ് സീഡ്. ഇത്തരം ഫ്രൂട്ടുകളിൽ അല്ലെങ്കിൽ ഇത്തരം ഫലങ്ങളിൽ എന്താ വിത്ത് ഉണ്ടാവാറ്. ദിസ് ഫിനോമൻ ഈസ് കോൾഡ് പാർത്തനോകാർപ്പി. നോട്ട് ചെയ്ത് വെച്ചോട്ടോ. അതായത് ഈ പറയുന്ന ആ ഒരു വിത്തില്ലാത്ത ആ ഒരു പ്രോസസ്സ്, വിത്തില്ലാത്ത ആ ഒരു ഫലം ഉണ്ടാകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്, ആ പ്രതിഭാസത്തിനെയാണ് പാർത്തനോകാർപ്പി എന്ന പ്രതിഭാസത്തിന് എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. സീഡ്ലെസ് ഫ്രൂട്ട്സ് മേ ഒക്കർ നാച്ചുറലി. വിത്തില്ലാത്ത ഫലങ്ങൾ പ്രകൃതിദത്തമായിട്ട് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ സയൻസ് ഒക്കെ ഒരുപാട് വളർന്നുകൊണ്ട് കൃത്രിമമായിട്ടും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ടും എന്താണ് നമുക്കിങ്ങനെ വിത്തില്ലാത്ത ഫലങ്ങളെ അല്ലെങ്കിൽ ഫ്രൂട്ട്സിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതൊരു ഉദാഹരണമാണ് മുന്തിരി. കണ്ടിട്ടില്ല ഇടമുന്തിരി. ഓക്കെ, മുന്തിരി എങ്ങനെയാണ്, നോർമലി മുന്തിരിക്ക് എന്തുണ്ട്, വിത്തുണ്ട്. പക്ഷെ ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ കാണുന്ന മുന്തിരിക്ക് എന്താണ് വിത്തില്ലാതെയും അല്ലെങ്കിൽ കുരു ഇല്ലാതെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. ബനാന ആൻഡ് പൈനാപ്പിൾ ആർ ദ നാച്ചുറൽ സീഡ്ലെസ് ഫ്രൂട്ട്. അതായത് വിത്തില്ലാത്ത നാച്ചുറലി പ്രകൃതിദത്തമായിരിക്കുന്ന ഫ്രൂട്ട് ഏതാണ്, വാഴപ്പഴവും കൈതച്ചക്കയാണ്. പക്ഷേ വി ഹാവ് ആർട്ടിഫിഷ്യലി ഡെവലപ്ഡ് സീഡ്ലെസ് വെറൈറ്റീസ് ഓഫ് ഗ്രേപ്സ്. മുന്തിരിയുടെ കേസ് പറഞ്ഞിരുന്നു. അതായത് നമുക്ക് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് വിത്തില്ലാത്ത, അതായത് ചില കുട്ടികൾക്ക് വിത്തില്ല, അതായത് കുരു ഇല്ലാത്ത മുന്തിരി ആയിരിക്കും ഇഷ്ടം. അത് കാരണം എന്താ, നാച്ചുറലി ഉണ്ടാകുന്നതല്ല, ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഗ്രേപ്സ്, ടൊമാറ്റോ, തക്കാളി എന്താണ് ഇപ്പോൾ കുരുവില്ലാത്ത തക്കാളിയൊക്കെ കിട്ടും. അതുപോലെ തന്നെ വാട്ടർമെലനിലും ഇപ്പോൾ കുരുവില്ലാത്ത വാട്ടർമെലനൊക്കെ ഓരോ, അതായത് സയൻസ് ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ. ഇനി ഇൻഫ്ലോറസൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂങ്കുലകൾ. അതായത് നമ്മുടെ ഈ പറയുന്ന ഫ്ലവേഴ്സ് സസ്യത്തിന് ചുറ്റുമായിട്ട്, തണ്ടിന് ചുറ്റുമായിട്ട് അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന ബ്രാഞ്ചുകളിലായിട്ടൊക്കെയാണ് പൂക്കളുടെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ ഈ ഒരു പൂങ്കുല അല്ലെങ്കിൽ ഇൻഫ്ലോറസൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് പലതായിട്ട് കാണാൻ സാധിക്കേണ്ട. മാവിൻ്റെ പൂങ്കുല ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇനി അതേസമയം വാഴയുടെ പൂങ്കുല അങ്ങനെയായിരിക്കും ഇരിക്കുന്നത്, പ്ലാവിൻ്റെ പൂങ്കുല ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി ചിലതിൽ സ്യൂഡോ ഫ്രൂട്ട്സ്, കപട ഫലങ്ങൾ എന്ന സംഭവമുണ്ട്. ഈ നോർമൽ ഫ്ലവർ ഓവറി ഡെവലപ്പ് ഇൻ ടു ഫ്രൂട്ട്. സാധാരണ പൂക്കളിൽ അണ്ടാശയം വളർന്നിട്ടാണ് ഫലം ഉണ്ടാകുന്നത്. പക്ഷേ സംടൈംസ് പാർട്ട് ഓഫ് ദ ഫ്ലവർ അതർ ദാൻ ഓവറി ഓൾസോ ബിക്കം ഫ്രൂട്ട്. ചില സസ്യങ്ങളിൽ അണ്ടാശയം അല്ലാതെ പൂവിലെ മറ്റു ഭാഗങ്ങൾ എന്തായിട്ട് മാറുന്നുണ്ട്, ഫലമായിട്ട് മാറും. എന്നിട്ട് ഇവയാണ് നമ്മൾ കപട ഫലങ്ങൾ അല്ലെങ്കിൽ സ്യൂഡോ ഫ്രൂട്ട്സ് എന്ന് വിളിക്കും. ഉദാഹരണമാണ് നമ്മുടെ കശുവണ്ടി അല്ലെങ്കിൽ കശുമാങ്ങ എന്ന് പറയുന്നത് കേട്ടോ. അതായത് എക്സാമ്പിൾ കാഷ്യൂ ആണ്. അതായത് പെഡീസെല്ല് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഫ്ലവറിനെ തണ്ടുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗം അല്ലെങ്കിൽ ആ സ്റ്റെമ്മായിട്ട് ബന്ധിപ്പിക്കുന്ന കണക്ട് ചെയ്യുന്ന ഭാഗത്തിനാണ് പെഡിസെൽ എന്ന് വിളിക്കുന്നത്. ആ പെഡിസെൽ എന്തായിട്ട് മാറും, ഫ്രൂട്ടായിട്ട് മാറും. താഴെ ഓവറി എന്താണ് കാഷ്യൂ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഓക്കെ, ഇൻ ആപ്പിൾ ആൻഡ് സാബർജലി there the thalamus grows into become fruit. ആപ്പിളും സബർജലും ഇവയുടെ പുഷ്പാസനം വളർന്നിട്ടാണ് ഫലമായിട്ട് മാറുന്നത് കേട്ടോ. അങ്ങനെ പല കപട ഫലങ്ങൾ അല്ലെങ്കിൽ സ്യൂഡോ ഫ്രൂട്ട്സും കാണാറുണ്ട്. ഓക്കെ, ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഫ്ലവറിനെ കുറിച്ച് നമ്മൾ ഭാഗങ്ങൾ പഠിച്ചിരുന്നു. അതേപോലെ ഫ്ലവറിൽ നിന്നിട്ടാണ് എന്ത് ഫ്രൂട്ട് ഉണ്ടാവുന്നതെന്ന് പഠിച്ചിരുന്നു. അതുപോലെ ഫ്രൂട്ട് ഉണ്ടാവുന്നതിന് മുമ്പ് എന്ത് നടക്കുന്നുണ്ട്, പോളിനേഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പോളിനേഷന് ശേഷം അല്ലെങ്കിൽ പരാഗണത്തിന് ശേഷം ബീജസങ്കലനം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കണമെന്ന് പറഞ്ഞു. അതിനൊക്കെ ശേഷമാണ് നമ്മുടെ ഈ പറയുന്ന ഫ്രൂട്ടായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഫ്ലവർ കൊണ്ട് ഇത്രയും കാര്യങ്ങൾ എന്താണ് പ്ലാന്റിനുണ്ട്. അതല്ലാതെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കുള്ളതെന്ന് നോക്കാം അല്ലേ. ഇമ്പോർട്ടൻസ് ഓഫ് ഫ്ലവർ, അതായത് മെഡിസിൻസിന് വേണ്ടിയിട്ട് കേട്ടോ. മെഡിസിൻ, അതുപോലെ അട്രാക്ട് പോളിനേറ്റർ, അതായത് ഒരു സസ്യത്തിനെ നമ്മളെ ആകർഷിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്കണോമിക്കൽ വാല്യൂ തരുന്നുണ്ട് കേട്ടോ. എക്കണോമിക്കൽ വാല്യൂ തരുന്നുണ്ട്. അതുപോലെ തന്നെ എസ്തെറ്റിക് വാല്യൂ തരുന്നുണ്ട്. റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതായത് റീപ്രൊഡക്ഷന് വേണ്ടി സഹായിക്കുന്ന ഭാഗം തന്നെയാണല്ലോ ഫ്ലവർ എന്ന് വിളിക്കുന്നത്.
ഓക്കെ, ഇതൊക്കെയാണ് എന്താ ഫ്ലവറിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയുണ്ട്, മെഡിസിൻസ് തരുന്നുണ്ട് അല്ലേ, മെഡിസിൻസ് തരുന്നുണ്ട്, നമുക്ക് ഫുഡ് തരുന്നുണ്ട്. അതായത് ഈ പറയുന്ന ഫ്ലവർ നിന്നാണ് ഡെവലപ്പായിട്ട് ഫ്രൂട്ട് വരുന്നത്. ഇനി ഫ്ലോറിക്കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലവേഴ്സിനെ, പൂച്ചെടികളെ അല്ലെങ്കിൽ അലങ്കാര സസ്യങ്ങളെയൊക്കെ നമ്മൾ വളർത്തുന്നതിനെ അല്ലെങ്കിൽ അതിനെ പരിപാലിക്കുന്നതിനെ, ആ പുഷ്പ കൃഷിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഫ്ലോറിക്കൾച്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് ചെടികൾ വളർത്തുക എന്ന് പറയില്ലേ, ഒരുമിച്ച് ചെടികൾ നമ്മുടെ ഈ പറയുന്ന വ്യാവസായിക വാണിജ്യ അടിസ്ഥാനത്തിൽ വളർത്തിയെടുക്കുന്ന രീതിനെയാണ് ഫ്ലോറിക്കൾച്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി സിമ്പിൾ ഫ്രൂട്ട്സിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത്, സിമ്പിൾ ഫ്രൂട്ട്സ് ഉണ്ട്, അഗ്രിഗേറ്റീവ് ഫ്രൂട്ട്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ. അതായത് സിമ്പിൾ ഫ്രൂട്ട്സ് ആണ് മാംഗോ, അതായത് ഒറ്റ ഓവറിൽ നിന്ന് ഉണ്ടാവുന്നതാണ് മാംഗോ. ഓക്കെ, ഇനി അഗ്രിഗേറ്റീവ് ഫ്രൂട്ട്സിനാണ് സ്ട്രോബെറി, മൾട്ടിപ്പിൾ ഫ്രൂട്ട്സിനാണ് പൈനാപ്പിൾ ആണ്, സ്യൂഡോ ഫ്രൂട്ട്സിനാണ് കാഷ്യൂ ആപ്പിൾ കേട്ടോ. അതിൻ്റെ എക്സാമ്പിൾ കുറച്ച് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ഇനി കൊമേഴ്ഷ്യലി ഗ്രോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, വാണിജ്യ ആവശ്യങ്ങൾക്ക് വളർത്തുന്ന പൂച്ചെടികൾ ഏതൊക്കെയാണ്? റോസ് അല്ലേ, നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ കടയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ റോസൊക്കെ ഭയങ്കര ഡിമാൻഡുള്ള ഒരു ഫ്ലവറാണ്. അപ്പോൾ നമ്മൾ ഡിമാൻഡുള്ള ഫ്ലവറിനെയാണ് ഫ്ലോറിക്കൾച്ചറിൽ ഉൾപ്പെടുത്തുന്നത്. അതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് റോസാണ്. ജാസ്മിനും സാധാരണ കല്യാണത്തിനായാലും അമ്പലങ്ങളിലൊക്കെ ആയിട്ടും യൂസ് ചെയ്യുന്നതാണ് ജാസ്മിൻ. അതും എന്ത് ചെയ്യുന്നുണ്ട്, വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന മറ്റൊരു ഫ്ലവറാണ് സൂര്യകാന്തി ഫ്ലവർ കേട്ടോ. ഇതൊക്കെയാണ് വാണിജ്യ അടിസ്ഥാനത്തിൽ വളർത്തുന്ന ചെടികൾ. ഇനി വേറെ ഏതെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. ഇനി ആന്തൂറിയം മറ്റൊരു കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള ഒരു ഫ്ലവറാണ്. ആൻഡ് ഇമ്പോർട്ടൻറ്റ് പ്ലാൻ ടു ഫ്ലോറിക്കൾച്ചർ, ഇമ്പോർട്ടൻറ്റ് പ്ലാൻ ഇൻ ദ ഫ്ലോറിക്കൾച്ചർ, അതായത് ഈ പറയുന്ന ഫ്ലോറിക്കൾച്ചറിൽ ഉൾപ്പെടുത്തുന്ന മറ്റൊരു സസ്യമാണ് ആന്തൂറിയം എന്ന് പറയുന്നത്. പുഷ്പ കൃഷിയിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു സസ്യം തന്നെയാണ്, കാരണം ഇതിനും ഒരുപാട് ഡിമാൻഡ് ഉണ്ട്. ഓക്കെ, ദ മോസ്റ്റ് അട്രാക്റ്റീവ് പാർട്ട് ഇറ്റ്സ് എ മോഡിഫൈഡ് ലീവ്സ്. ഇതിൻ്റെ ലീവ്സ് ആണ് നമുക്ക് എല്ലാവർക്കും കുറച്ചും കൂടി ആകർഷകരമായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, പൂവിനോട് ചേർന്ന് കാണുന്ന ഇത്തരം നിറമുള്ള ഭാഗങ്ങളെ സഹപാത്രം എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. The most attractive part of the modified leaf, such colored part found in the near the flower are called brackets. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്താ, അതിൻ്റെ പൂവിനോട് ചേർന്ന് തന്നെ ഇരിക്കുന്ന ടൈപ്പ് ഒരു മോഡിഫൈഡ് ഒരു പാർട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊന്ന് പഠിക്കാം. ഇനി അടുത്തത് ദ ഫംഗ്ഷൻ ഓഫ് ബ്രാക്ക് ടു അട്രാക്ട് ദ പോളിനേഷൻ, അതായത് പോളിനേഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സഹപാത്രം എന്ന് പറയുന്ന ഭാഗമുള്ളത് കേട്ടോ. ഓക്കെ, ഇനി വാഴപ്പൂവ് അതുപോലെ തന്നെ ബൊഗേൻവില്ല എന്നീ സസ്യങ്ങൾക്ക് ആകർഷണമായിരിക്കുന്ന ഈ പറയുന്ന സഹപാത്രം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്ലവർ. ഓൾറെഡി നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇത് വളർത്തുന്നൊക്കെ ഉണ്ടാവും. എൻ്റെ വീട്ടിലൊക്കെ ഈ സാധനം ഇരിക്കുന്നുണ്ട്. അപ്പോൾ നോക്കാം ഇത് എന്താണെന്നുള്ളത് കേട്ടോ. നല്ല ഭംഗിയിലേ കാണാനായിട്ട്, സൂപ്പർ സാധനം. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഈ ചാപ്റ്റർ അങ്ങ് കഴിയാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഒരു ചാപ്റ്ററാണ് മക്കളെ. അപ്പോൾ എല്ലാവരും വായിക്കണം. കുറച്ചധികം കണ്ടൻറ്റ് കൂടുതലായിട്ടുണ്ട്. ഒരുപാട് കൺഫ്യൂഷൻ വരുന്ന കാര്യങ്ങളും ഇതിനകത്ത്. ഫ്ലവറിൻ്റെ പാട്ട് പഠിക്കാനുണ്ട്, അതിൻ്റെ ഇൻറ്റേർണൽ ആയിരിക്കുന്ന ആൻഡ്രീഷ്യം ഗൈനീഷ്യം പഠിക്കാനുണ്ട്. ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ആൻഡ്രീഷ്യം ഗൈനീഷ്യം. ആൻഡ്രീഷ്യം എന്ന മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ഗൈനീഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ആൻഡ്രീഷ്യത്തിൽ എന്ത് വരുന്നത്, സ്റ്റേമൻ വരുന്നുണ്ട്. അതിന് 2 ഭാഗങ്ങളുണ്ട്, ആന്തർ ഉണ്ട്, സ്റ്റേമൻ ഉണ്ട്. ആന്തർ ഉണ്ട്, ഫിലമെൻ്റ് ഉണ്ട്. ഓക്കെ, ഇനി ഗൈനീഷ്യത്തിലാണെങ്കിൽ സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ പോളിനേഷൻ എന്താണെന്ന് പഠിക്കുക, പോളിനേഷന് ശേഷം എന്താണ് നടക്കുന്നതെന്ന് പഠിക്കുക, ഫെർട്ടിലൈസേഷൻ പഠിക്കുക, ഫെർട്ടിലൈസേഷന് ശേഷം എന്താ പഠിക്കുന്നതെന്നൊക്കെ ഉള്ളത്. അതിനുശേഷം എന്താണ്, ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് ഫ്രൂട്ടിൻ്റെ ഫോർമേഷൻ നടക്കുന്നുണ്ട്, ഫ്രൂട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഫ്ലവറിലേക്ക് എത്തി ഫ്ലവറിൻ്റെ എക്കണോമിക് വാല്യൂവിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഭയങ്കര നീണ്ടൊരു ചാപ്റ്ററാണ്. നിർബന്ധമായിട്ടും ഈ ചാപ്റ്റർ നിങ്ങൾ കവർ ചെയ്തിട്ട് മാത്രമേ എക്സാമിന് പോകാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയുകയാണ്. വരും വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു.